സ്തോത്രം. ഹല്ലേലൂയ. ഹാലലുയ പറയാറുള്ളത് പോലെ ആമേൻ സ്തോത്രം. ഹാലലുയ വീഡിയോ ഒക്കെ ഓൺ ചെയ്യുവാൻ സാധിക്കുന്നവർ ഓൺ ചെയ്താട്ടെ. അതുപോലെ ആമേൻ സ്തോത്രം. ഹാലലുയ ലിങ്കുകളൊക്കെ ആമേൻ പുതിയ ചിലർക്ക് കൂടി അയച്ചു കൊടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം. എപ്പോഴും അയച്ചു കൊടുക്കുന്നവർക്ക് മാത്രമല്ല, കുറച്ചു പേർക്ക് കൂടി കൂടുതൽ അയച്ചു കൊടുക്കാൻ ആമേൻ സ്തോത്രം ദയവായിട്ട് വരണമേ എന്ന് അപേക്ഷിക്കാൻ ഒക്കെ സമയമെടുത്താട്ടെ. 2-3 മിനിറ്റ് അതിനുവേണ്ടി എടുത്താട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കരങ്ങളെ തട്ടി ആമേൻ കർത്താവിന്റെ ദാസനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ആമേൻ രാത്രി ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ആമേൻ ഉപവാസത്തിന്റെ 18ാമത്തെ ദിവസത്തിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മുഖവരെ ഒന്നും പറയേണ്ട, ഏറെ സ്നേഹിക്കുന്ന മനോജ് പാസ്റ്റർ ഉണ്ട്, രഞ്ജിത്ത് ബ്രദർ ഉണ്ട്. ആമേൻ. സഭയിലെ ആമേൻ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇന്ന് രാത്രി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് ഒരു 2-3 ദിവസത്തെ ആമേൻ മുഖപരിചയം ഉണ്ടല്ലോ. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മളെ നന്നായി അറിയുന്ന നമ്മുടെ അപ്പന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഒരു നിമിഷം ആമേൻ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നിമിഷം ഒന്ന് ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന്, ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന്, മനുഷ്യ ശബ്ദമല്ലല്ലോ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുവാൻ ആമേൻ ദൈവാത്മാവ് നമ്മളെ ശക്തീകരിക്കേണ്ടതിന്, ആമേൻ ദൈവാത്മാവ് നമ്മളെ ബലപ്പെടുത്തേണ്ടതിന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഒരു നിമിഷം. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. യേശുവേ ഞങ്ങൾ നന്ദി പറയുകയാണ്. അപ്പാ നന്ദി പറയുന്നു. യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നു. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലാരുമില്ല. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലാരുമില്ല. ഹല്ലേലൂയ. 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 എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം.
പ്രിയ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം. ഈ രാത്രി നിറവിന്റെ രാത്രിയാക്കി സ്വർഗം മാറ്റണം. 18ാമത്തെ ദിനത്തിൽ ആത്മശക്തിയാൽ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ദൈവ പ്രവർത്തിക്കായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് ചോദിച്ചത് എല്ലാ മക്കൾക്കായി സ്തോത്രം. രാത്രി കർത്താവ് വലിയവ ചെയ്യുമല്ലോ. ദൈവ സാന്നിധ്യത്തിന് ഞങ്ങൾ കീഴ്പ്പെടുകയാണ്. മുഴുവൻ മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ച വേദഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. അതിനോടനുബന്ധിച്ച് തന്നെ ചില കാര്യങ്ങൾ തുടർമാനമായി ആമേൻ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ആമേൻ. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 1-ാം അധ്യായം ആമേൻ അതിന്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റങ്ങളോളം സാക്ഷികളാകുമെന്ന് ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഭാഗം എങ്ങനെയാണ്? ആമേൻ, സ്തോത്രം. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ആ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ഇവിടെയും ആമേൻ വലിയൊരു വാഗ്ദത്തത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ എടുത്തത്. ആമേൻ. അതിനോടനുബന്ധിച്ച് തന്നെ ആമേൻ, സ്തോത്രം, വലിയൊരു വാഗ്ദത്തം സ്വർഗത്തിലെ ദൈവം പറയുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവെന്ന വലിയ ദാനത്തെ നിങ്ങളിൽ തരുമെന്ന് ആമേൻ ആമേൻ യേശു കർത്താവ് അവരൊരു വാഗ്ദത്തം പറയുകയാണ്. നമുക്കറിയാം. ആമേൻ. നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ചിട്ട് പോയത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആമേൻ. ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നുള്ള ഭാഗമാണ് നമ്മൾ ആമേൻ ചിന്തിച്ചത്. ആമേൻ. വീണ്ടും നമുക്ക് വേഗത്തിൽ ആ ഭാഗത്തേക്ക് ഒന്ന് കയറി ഒന്ന് പോകാം. ആമേൻ, സ്തോത്രം. ആമേൻ. അതിന്റെ ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. ലൂക്കോസ്, ഞാനങ്ങ് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. 1-ാം വാക്യം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. 14-ാം വാക്യത്തേക്ക് നമുക്ക് മടങ്ങി വരാം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഗലീലയിലേക്ക് യേശു വീണ്ടും മടങ്ങി വരികയാണ്. നമുക്കറിയാം 40 ദിവസത്തെ ശക്തമേറിയ ഉപവാസവും പ്രാർത്ഥനയും പിശാചിന് സകല പ്രവൃത്തികളെയും അഴിപ്പാൻ തക്കവണ്ണം മരുഭൂമിയിൽ ശക്തമേറിയ കൃപ പ്രാപിച്ച് ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ നിറവോടെ ആമേൻ യേശു കർത്താവ് തിരിച്ച് ആമേൻ ഗലീലയിലേക്ക് മടങ്ങി വരികയാണ്. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുമ്പോൾ തലങ്ങൾ ഭയങ്കരമായിട്ട് മാറും. ആമേൻ. നമ്മുടെ തലങ്ങളെ മാറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ആമേൻ. 4-ാം അധ്യായം ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവൻ വളർന്ന നസ്രത്തിൽ എന്ത് ചെയ്തു? യേശു വന്നു. ശബത്തിൽ തന്റെ ആമേൻ പതിവ് പോലെ പള്ളിയിലേക്ക് ആമേൻ ചെന്നു. വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ആമേൻ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതരെ സ്വതന്ത്രമായി വിട്ടയപ്പാൻ കർത്താവിന്റെ പ്രസാദവർഷമയപ്പാൻ ആമേൻ പ്രസംഗിപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന ഭാഗം കണ്ടു. യേശു അത് വായിച്ചു. പുസ്തകം മടക്കി ശുശ്രൂഷമാരെ ഏൽപ്പിച്ചു. ആമേൻ. എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. ഇപ്പൊ നമ്മൾ ആ ഭാഗം തൊട്ടിട്ടാ പോയത്. എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. ആമേൻ, സ്തോത്രം. അപ്പോൾ ഇതുവരെ കാണാത്ത ആമേൻ ഒരു തലമാണ് അവിടെ വെളിപ്പെട്ടത്. ആമേൻ. വചനത്തിന്റെ ആമേൻ ശക്തിയും ആത്മാവിന്റെ നിറവും വെളിപ്പെട്ടപ്പോൾ യേശു ആ വചനഭാഗം എടുത്തു വായിച്ചു, അല്ലെ? യേശു ആ വചനഭാഗം എടുത്തു വായിച്ചപ്പോൾ ആമേൻ ഇതുവരെ കാണാത്ത തലങ്ങൾ അവിടെ വെളിപ്പെട്ടു. ആമേൻ. കഴിഞ്ഞ ദിവസത്തെ ശുശ്രൂഷ ജോയിൻ ചെയ്തവർക്കായി സ്തോത്രം. അത് ജോയിൻ ചെയ്താൽ എനിക്ക് ഇപ്പൊ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ആമേൻ. അപ്പോ ആമേൻ ആമേൻ
ഈ പുസ്തകം വായിച്ചു, പുസ്തകം തിരികെ കൊടുത്തു. ആ ആത്മാവിന്റെ ശക്തി, വചനവും ആത്മാവിന്റെ ശക്തിയും ഒരുപോലെ നിറയപ്പെട്ടപ്പോൾ പറഞ്ഞ അല്ലെങ്കിൽ വായിച്ച വാക്യത്തിന് അകത്തളത്തിൽ അത്ഭുതം വെളിപ്പെട്ടു. അല്ലെ, വായിച്ച വാക്യത്തിനകത്ത് അത്ഭുതം വെളിപ്പെട്ടു. ഇതുവരെ വായിച്ചതുപോലെയല്ല യേശു കർത്താവ് അന്ന് ആ പുസ്തകം വായിച്ചത്. പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, യേശു പതിവായി പള്ളിയിൽ ചെല്ലാറുണ്ട്, യേശു പുസ്തകം വായിക്കാറുണ്ട്. പക്ഷെ അന്ന് വായിച്ചതിന്റെ തലം അങ്ങോട്ട് മാറി. തലം മാറാനുള്ള കാരണം ആമേൻ, യേശു നിൽക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ്. ആമേൻ, യേശു നിൽക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ്. അപ്പൊ ഇതുവരെ കാണാത്തൊരു തലം ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ആ പുസ്തകം എടുത്ത് വായിച്ചപ്പോ ആമേൻ, അസാധാരണമായ അത്ഭുതം വെളിപ്പെട്ടു. ആമേൻ, ഞാൻ ഈ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ ആമേൻ, ഞാൻ ഒരു സാക്ഷ്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോവാം. ആമേൻ, സ്തോത്രം. വചനം ഭയങ്കര പവറാണ്. വചനവും ആത്മാവിന്റെ ശക്തിയും വചനവും വരുമ്പോൾ അസാധാരണമായ പവർ വെളിപ്പെടും. ഞാന് ഇന്നൊന്നുമല്ല, നാളുകൾക്ക് മുമ്പ് ഒരു 2016 ഇന്നത്തേക്ക് ഒരു 10 വർഷം മുമ്പ് 10 വർഷം പുറകില ഞാനിങ്ങനെ ആമേൻ ഒരു മീറ്റിംഗിൽ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഒന്നുകൂടെ ഉറച്ചു. ആമേൻ, സ്തോത്രം. ആമേൻ, ഞാനൊരു ചർച്ചിലൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു 9:30 മണി സമയമാണ്. ഞാനിങ്ങനെ ഒരു കോട്ടേജ് മീറ്റിംഗാണ്. പിന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് കാപ്പി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. വരുന്നത് തെങ്ങണായി എന്നാണ്. കോട്ടയംകാർക്ക് അറിയാം, തെങ്ങണ ഭാഗം കോട്ടയംകാർക്ക് അറിയാൻ പറ്റും. തെങ്ങണായി എന്നാ വരുന്നത്. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, ബിജു ബ്രദർ അത്യാവശ്യമായിട്ട് വീട്ടിൽ വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ 9:30 മണി രാത്രിക്ക് ഇപ്പൊ വീട്ടിൽ വരാൻ പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. ഇല്ല, വീട്ടിൽ വന്നേ പറ്റൂ, അത്യാവശ്യം പറഞ്ഞു. അപ്പൊ വിളിച്ചത് ഗ്രേസി ആന്റിയാ. അപ്പൊ എന്റെ കൂടെ ഒരു പയ്യനുണ്ട്, ബിബിൻ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയാണ് ഈ കോളേജ് മീറ്റിങ്ങിന് പോയത്. അപ്പൊ ഞാൻ ബിബിനോട് പറഞ്ഞു, ബിബിനെ, ഗ്രേസി ആന്റിയാ വിളിച്ചത്, ഇപ്പൊ തെങ്ങണായിക്ക് ചെരണം. അപ്പം അവൻ എന്നോട് ചോദിച്ചു, ബിജ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഇപ്പൊ പോകാതിരിക്കാൻ പറ്റത്തില്ല. വിഷയം ഇതാണ്, വേഗത്തിൽ പറഞ്ഞു വിടാം. വിഷയം ഇതാണ്, ആമേൻ, സന്ധ്യാപ്രാർത്ഥന അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. അപ്പൊ ഭയങ്കര പ്രശ്നമാണ്, അവരുടെ കുടുംബത്തിൽ വലിയ വിഷയമുള്ള കുടുംബമാണ്. അപ്പൊ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിപ്പം അവിടുത്തെ കൊച്ചിന് പെട്ടെന്ന് പൈശാചികമായ ശക്തി ഇളകി. ഈ പൈശാചികമായ ശക്തി ഇളകിയപ്പോൾ അൺകൺട്രോൾഡ് ആണ്, ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ശക്തി ഇളകിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഓവർ വയലന്റ് ആയിട്ട് പെട്ടെന്ന് ഈ പെണ്ണ് കിച്ചണിൽ പോയി അരിവാളുണ്ടല്ലോ, ഇരുമ്പ് അരിവാൾ, ഈ അരിവാൾ എടുത്തു വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ വെട്ടുമെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നം. അപ്പൊ ഭർത്താവുണ്ട്, ഒരു കുഞ്ഞുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. അപ്പം ആകെപ്പാടെ പ്രശ്നമായി. ഇപ്പൊ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവരെന്നെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, ഇതുപോലെ കൊച്ചിന് പ്രശ്നമാ, അവൾ അരിവാളുമായിട്ട് നിൽക്കുക, ഞങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ബ്രദർ ഇപ്പൊ വന്നേ പറ്റും. ഞാൻ പറഞ്ഞു, ഇതിനെ പ്രശ്നമാണ്. അപ്പൊ ഇടയ്ക്ക് ഈ കൊച്ചിന് വിഷയം ഉണ്ടാകാറുണ്ട്. കാരണം ഇതിന്റെ വീട്ടിലും പ്രശ്നമാ, ഇതിനെ കെട്ടിച്ചു വിട്ട വീട്ടിലും പ്രശ്നമാണ്. ഇതിന്റെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി നാട്ടുകാരും കുടുംബക്കാരും ഒരുപോലെ ഇതിനെ ആഭിചാരം ചെയ്തു. പക്ഷെ ഇത് വിവാഹം നടത്തി പയ്യന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ നടത്തത്തില്ലെന്ന് പറഞ്ഞ് അവിടുത്തെ ഉള്ളവരും അവിടുത്തുകാരും അവിടെ പ്രശ്നം. അപ്പൊ രണ്ടിടത്തും പ്രശ്നം. അതുകൊണ്ട് ഈ കൊച്ചു ഭയങ്കര പ്രയാസത്തിലാണ് ഇതിന്റെ ലൈഫ് മുമ്പോട്ട് പോയിട്ട്. ഇത് നമുക്കറിയാം. അപ്പോ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോവാതിരിക്കാൻ പറ്റത്തില്ല, പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വിപിനും പെട്ടെന്ന് ബൈക്ക് എടുത്ത് ഞാൻ ബൈക്കിൽ കയറി പോയേക്കാന്ന് പറഞ്ഞു. വണ്ടിയെ കയറിയപ്പം ഈ പെണ്ണ്, ഞാൻ പുതുപ്പള്ളി ഞാൻ വണ്ടിയെ കയറിയപ്പോ തെങ്ങണായി ഇരുന്നുകൊണ്ട് പിശാചി പറയാ, അവൻ പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ ഞാൻ വിവരം കൊണ്ട് ഞാൻ നേരെ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഈ പെണ്ണ് വാതിൽക്ക് നിൽക്കുക. അപ്പൊ അരിവാളൊന്നും കയ്യില്ല, വാതിൽക്ക് നിൽക്കുക. ഭയങ്കര പ്രശ്നം. അപ്പം ഇവരെല്ലാം മുറ്റത്ത് നിൽക്കുക, ആരും വീടിനകത്ത് കയറുന്നില്ല. ഈ പെണ്ണ് വാതിൽക്ക് പിടിക്കുന്ന 2 കൈ വെച്ച് ആരും കേട്ടതെങ്കിൽ നിൽക്കുക. അപ്പോ അപ്പൊ ഞാൻ ചിരിച്ചോണ്ടാ ചെല്ലുന്നേ. അപ്പൊ ഞാൻ ചെന്നപ്പോഴും ചോദിച്ചു, പേര് വിളിച്ചു, എന്നാ വിജി ചോദിച്ചു. ഉടനെ എന്നോട് പറഞ്ഞു, ഞാൻ പോവുകയല്ലോ. ഞാൻ പറഞ്ഞു, പോവുകയില്ലെന്നോ രണ്ടാമത്തെ കാര്യം, വഴി മാറാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇങ്ങനെ വാതിൽക്കപ്പടി 2 കൈ പിടിച്ചിരിക്കുക. പെട്ടെന്ന് ഒരു കൈ ഇങ്ങനെ താത്തു.
കാലൊന്ന് മാറ്റി ഒരു കൈ താത്തു. അപ്പൊ എനിക്ക് കയറിപ്പോണ്ടൊരു പാസേജ് അകത്തോട്ട്. ഞാൻ ഇവിടുത്തെ അകത്തോട്ട് കയറി. ഞാൻ പറഞ്ഞു എനിക്ക് വിചാരിച്ചു പറഞ്ഞത്. അങ്ങനെ അപ്പൊ ഏകദേശം 10:15 മണി കഴിഞ്ഞു, 10:30 ആകാറായി. അപ്പൊ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വേണ്ടി പറഞ്ഞു, പോകത്തില്ല. നീ എന്നാ പറഞ്ഞാലും പോകത്തില്ല. നിന്നെക്കാൾ വലിയമാര് വന്നിട്ട് നടന്നിട്ടില്ല, പിന്നെയാണോ നീ നടക്കത്തില്ലെന്ന് പറഞ്ഞു. വലിയ കൊമ്പന്മാർ വന്നിട്ട് ഇവിടെ നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. നമ്മുടെ പിശാചേ നിന്നെ ഇറക്കിയിട്ടേ വീട്ടിൽ വിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കാണാന്ന് പറഞ്ഞു. അപ്പൊ ഞാനപ്പം 21 ഡേയ്സ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് 2 ദിവസമായിരുന്നു. അപ്പൊ എനിക്ക് എഴുന്നേക്കാൻ വേണ്ട. ഒന്നാമത് എനിക്ക് വലിപ്പമില്ല. അപ്പം ഈ ഫാസ്റ്റ് കഴിയുമ്പോൾ ഞാനങ്ങ് ഉണങ്ങി അങ്ങ് അസ്ഥിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. എനിക്കൊരു ആരോഗ്യമില്ല, ഭയങ്കര ക്ഷീണവും. 2 ദിവസമായിരുന്നു ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പോ പോകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഇറക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു. വാശിയായി. അങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം സാധാരണ ഒരു പൈശാചിക ശക്തി ഇളകിയാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്, അതിൽ കൂടുതലൊരു സമയം എടുക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം തന്ന അധികാരമാണ്. ഭൂതങ്ങളുടെ മേൽ ആഭിചാരം, മന്ത്രം, ഇതൊക്കെ ദൈവം ഒരു അഭിഷേകം തന്നിരിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിൽ കൂടുതൽ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറില്ല. കൃപയാൽ അങ്ങനെ ഒരു അഭിഷേകം ഉള്ളത് കൊണ്ട് ആ ഒരു തൻ്റെ അകത്തുണ്ട്, ആ ധൈര്യം അകത്തുണ്ട്. ഞാൻ ആ ധൈര്യത്തിൽ ചെല്ലുന്നേ. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി, 10:30 10:45, 11 11:15, 11:30. പിശാചി പറഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. എനിക്കൊന്ന് ഭയങ്കര മനപ്രയാസം, എന്റെ അകത്ത് ഭയങ്കര ഭാരം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ പിശാചി പോകത്തില്ല. അപ്പൊ അന്ന് ശിവരാത്രിയാ, ഇളകിക്കുന്ന ശിവന. അപ്പോ ഇവര് ഈ സന്ധ്യക്ക് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടപ്പോഴാണ്. അപ്പൊ എന്റെ ഉള്ളിലുണ്ട് ഇന്ന് വന്ന് ഇത് ഇളക്കണ്ടായിരുന്നു, കാരണം ഇത് പോകുന്നില്ല, ആകെ പ്രശ്നമായി. അങ്ങനെ വല്ലാതെ ഭാരത്തിലേക്ക്. അപ്പൊ ഒരു 12 മണി 11:30 കഴിഞ്ഞപ്പോഴത്തെ വിചാരി പറഞ്ഞു, നീ എന്നെ പറയാൻ പോവുകയില്ല, എന്നെ കളിയാക്കുക, ഇങ്ങനെ ഇരിക്കുക, പോകത്തില്ല. ഇത് ക്ലോക്കെ നോക്കും, എന്നെ നോക്കും, കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കും. ഞാനങ്ങ് ഭാരപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ദൈവത്തിന്റെ അഭിഷിക്തനല്ലേ, എന്തുകൊണ്ട് ഇതിനെനിക്ക് പുറത്താകാൻ പറ്റുന്നില്ല? ഭയങ്കര ഒരു ഭാരം എന്റെ ഹൃദയത്തിൽ, ഭയങ്കര ഭാരമായി. അപ്പൊ എന്റെ കൂടെയുള്ള പയ്യൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് 6 മാസമായുള്ളൂ. ഇവൻ ഇത് കണ്ടിട്ട് ഭയപ്പെട്ട് മാറി നിൽക്കുക. കാരണം ഇത് ഭയങ്കര വയലന്റാ. ഇത് എന്നെ തല്ലാൻ വരുന്നത് പോലെ. ഞാൻ ശ്വാസിക്കും, ഇത് താഴെ വീഴും. വീണ്ടും 2 ആട്ടവാടി മുടി ഫ്രണ്ടിൽ കെട്ടിച്ച് ഒറ്റക്കാലം നിൽക്കുക, ഒരു രക്ഷയില്ല. അതുപോലെ വയലന്റാ. അപ്പൊ എനിക്കങ്ങ് ഭയങ്കര ഭാരം. ഇവനങ്ങ് മാറി നിൽക്കുക. ഇവൻ എന്താ ചെയ്യുമെന്ന് അറിയില്ല, ഇവനങ്ങ് മാറി നിൽക്കുക. ഭയങ്കര ഭാരമായി. അവസാനം വീട്ടുകാരും മടുത്തു. വീട്ടുകാരും അവര് മുറ്റത്തായി, മുറിക്കകത്തായി, അപ്പുറത്ത് പോലെ അവര് മാറി നിൽക്കുക. ഞാനും പിശാചും തന്നെ ശേഷിച്ചു. ഹലോ, ഞാനും പിശാചും തന്നെ ശേഷിച്ചു. ഹാളിൽ നിന്ന് ഞാനും പിശാചും വെല്ലുവിളിയാണ്, ഭയങ്കര പോരാട്ടം. ഇവരെല്ലാം മാറി നിൽക്കുക. കാരണം 10:15 തുടങ്ങിയ പരിപാടിയാ. 12 മണിയായി, 1.25 മണിക്കൂറായി. അപ്പൊ എന്റെ അകത്തുണ്ട്, ഇതെന്റെ പ്രസ്റ്റേജ് വിഷയമാണ്. ഇത് ഇറക്കാതെ എനിക്ക് ഇവിടെ ബന്ധിച്ചിട്ട് പോകാം. അങ്ങനെ ബന്ധിച്ചിട്ട് പോയാൽ നാളെ ഇറക്കാൻ വരുമ്പോ എന്നോട് ചോദിക്കും, ഇന്നലെ നിനക്ക് എന്നെ ഇറക്കാൻ പറ്റാതെ ചോദിക്കും. അപ്പൊ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ല. ഞാൻ 12 പറഞ്ഞു, നിന്നെ ഇറക്കാതെ ബിജു ഇവിടുന്ന് ഇറങ്ങിയെന്ന്. കാണാന്ന് പറഞ്ഞു. അങ്ങനെ വെല്ലുവിളിയായി. അവസാനം ഞാൻ ഈ വീട്ടിലെ ആന്റിയോട് പറഞ്ഞു, ഗ്രേസി ആന്റി, എനിക്കൊരു കട്ടൻ കാപ്പി തരാമെന്ന് ചോദിച്ചു. അപ്പൊ ഗ്രേസി ആന്റി പെട്ടെന്ന് എന്റെ ഈ വിഷമമൊക്കെ കണ്ടിട്ട് ഒരു കട്ടൻ കാപ്പി എടുത്തത്. അപ്പൊ ചൂട് കട്ടൻ കാപ്പി. ഞാൻ ഈ കട്ടൻ കാപ്പി എല്ലാം കുടിച്ച് കട്ടൻ കാപ്പി കിട്ടി, നല്ല ചൂടാ. എന്റെ ഈ ക്ഷീണോട് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഈ കസര ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പിശാചി ഇങ്ങനെ ഇരിക്കുക. ഞാനിങ്ങനെ ചാരി കട്ടൻ കാപ്പി ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഡൈനിങ് ടേബിളിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. കുറെ ഡൈനിങ് ടേബിൾ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ ബൈബിള് എന്റെ ഈ ഡൈനിങ് ടേബിൾ എന്റെ ബൈബിൾ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വന്നിട്ട് ഈ ബൈബിളെ തൊട്ടിട്ടില്ല. ഹലോ, ഞാൻ ആ വീട്ടിൽ കയറിയിട്ട് ബൈബിൾ വെച്ചോളൂ, ഞാൻ ബൈബിളെ തൊടുന്നില്ല. വിചാരിയ ഞാൻ ആരെന്നറിയാവോ, ശാസിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ആ ബലത്തിൽ, എന്റെ പവർ ഞാൻ ഇതിനോട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുക. 12 മണി കട്ടൻ കാപ്പ് കുടിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഈ കാപ്പ് കുടിച്ച ഗ്ലാസ് ഇങ്ങനെ വലത് കൈയിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിൾ വെച്ചു. ഇങ്ങനെ ഡൈനിങ് ടേബിൾ വയല വെച്ചു. എന്നിട്ട് എന്റെ ഇടത് കൈയിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ ഇരിപ്പുണ്ട് ഈ ബൈബിൾ, ഞാൻ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ എടുത്തു.
ബൈബിൾ ഞാൻ ഇങ്ങനെ എടുത്തപ്പോ തന്നെ ഇങ്ങനെ ചിരിച്ചെന്നെ കളിയാക്കൊണ്ട് പിശാച് പെട്ടെന്ന് എന്നെ തുറിച്ചൊന്ന് നോക്കി. ഞാൻ ഈ ബൈബിൾ എടുത്തപ്പം, എന്റെ കയ്യിൽ ബൈബിൾ എടുത്തപ്പം, അപ്പൊ ഓർത്തോണം 2 മണിക്കൂർ ആറായി. ഞാൻ ഈ ബൈബിൾ എടുത്തപ്പോ എന്നെ തുറിച്ചു നോക്കി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ തുറന്നപ്പോ ഞാൻ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ പാടിങ്ങനെ വെച്ചിട്ടുണ്ട്. എപ്പോഴോ വെച്ചാ എടുത്ത് മർക്കോസ് 16:17 മർക്കോസ് 16 അധ്യായത്തിൽ ഇങ്ങനെ ഈ പാടിയിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ബൈബിൾ തുറക്കുകയും മർക്കോസ് 16 അപ്പൊ ഞാൻ അണ്ടർ ചെയ്തിട്ടുണ്ട്. എപ്പോഴോ വെച്ചാ ഞാൻ തുറന്നത് കിട്ടിയത് ഈ വാക്യം. ഞാൻ പെട്ടെന്ന് ഈ വാക്യത്തിൽ പറഞ്ഞു, വിശ്വസിക്കുന്നവരില്ല അടയാളം നടക്കും, അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഡിമേൽ കരം വെച്ചാൽ സൗഖ്യം, മരണം വരെ അത് കഴിച്ചാലോ കുടിച്ചാലോ ഹാനിയില്ല, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, പുതുഭാഷ സംസാരിക്കും. ഞാൻ ഈ ബൈബിൾ എടുത്ത് വായിക്കുകയും 2 മണിക്കൂർ എന്നെ വട്ടം കറക്കി ദുർഭൂത 2 കൈയും ഇങ്ങനെ പൊത്തിട്ട് പറയാ, ഇനി നീ വായിക്കരുത്, ഞാൻ പൊക്കളാം. ഓർത്തോളം 2 മണിക്കൂർ എന്നെ ഈ വട്ടം കറക്കിയ വിചാരിച്ചു. ഞാൻ ഈ ബൈബിൾ എടുത്ത് ഈ വാക്യം വായിക്കുകയും 2 കൈയും സ്വന്തമായിട്ട് ഇങ്ങനെ ചെറുത് പറഞ്ഞു, ഇനി നീ വായിക്കരുത്, എനിക്ക് ഇരിക്കാൻ പറഞ്ഞ ഞാൻ പൊക്കളാന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ചാടി കൊണ്ട് എഴുന്നേറ്റിട്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്ന ചാടി കൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല, തലയ്ക്ക് വെച്ചുള്ള ഒറ്റ ശാസന, യേശുവിന്റെ നാമത്തിൽ എന്ന് പറയും. കാരണം ഈ ഒരു വാക്കായിട്ട് നമ്മൾ കാത്തിരിക്കുക. പൊക്കളാന്ന് പറയും, ചാടിക്കഴിഞ്ഞ് യേശു എന്ന് പറയും. 10-75 കിലോ പെൺകുഞ്ഞ് തെറിച്ചു പോയിട്ട് വിദ്യപ്പോ ഇടിച്ചേച്ച് ഊർന്ന് താഴെ വീണു. പെട്ടെന്ന് ചാടി കിട്ടും. അയ്യോ വിജിവർ എപ്പോഴും വന്നെന്ന് ചോദിച്ചു. അയ്യോ വിജിവർ എപ്പോഴാ ഇവിടെ വന്നു ചോദിച്ചു. അപ്പൊ ഞാൻ 10:15 മുതൽ 12:15 2 മണിക്കൂർ. എന്റെ പൊന്നു പ്രിയരെ, അന്ന് പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമെന്ന് വെച്ചു. അന്ന് ദൈവം വിളിച്ചു, ഞാൻ ആരെന്ന് അറിയാമെന്ന് വെച്ചു. 2 മണിക്കൂർ നീ നിന്റെ തന്റെ ഇടത്തിൽ ഭൂതത്തിന് നേരെ ഇരുന്നു. പക്ഷെ ആത്മാവിന് കീഴ്പ്പെട്ടു പരിശുദ്ധ വചനം എടുത്തു ഒറ്റ വായന വായിച്ചപ്പം ആമേൻ, ഈ 2 മണിക്കൂർ വട്ടം ഇറക്കിയ പിശാച് ഒറ്റ വചനത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടു. ഞാൻ ഈ ദൂത് പറയാൻ കാരണം അറിയാമോ? ഇന്ന് രാത്രി ഇത് കുട്ടിക്കളിയല്ല. ഇതെടുത്ത് വായിക്കേണ്ടത് വായിച്ചാൽ, ആത്മാവിന്റെ നിറവിൽ ഇത് പ്രയോഗിക്കേണ്ടത് ഈ വചനത്തെ പ്രയോഗിച്ചാൽ ഏത് കോട്ടകളും ഇടിയും. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തോന്നമാണ്. ആമേൻ. ഇത് എന്റെ അനുഭവം. അന്ന് ഞാൻ പിന്നെ എനിക്ക് പേടിയാ ഈ വചനത്തെ അന്ന് തൊട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്കറിയോ ഈ ഓർത്തർ പ്രാക്ടിക്കൽ എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ്. എന്റെ ബെഡ്റൂമിൽ പോലും ഞാൻ ഈ സാധനം വെക്കത്തില്ല, ഈ ബൈബിൾ. എന്റെ ബെഡ്റൂമിൽ ഞാൻ ഈ ബൈബിൾ വെക്കത്തില്ല. എന്റെ ബെഡ്റൂമിൽ ബൈബിൾ ഇല്ല. എനിക്ക് പേടിയാ, സത്യം പറയുക, എനിക്ക് പേടിയാ. എനിക്ക് 3 ആമ്പിള്ളേരാണ്, വൈഫ് 3 ആമ്പിള്ളേരുണ്ട്. ഫ്രണ്ടിൽ ഒരു ടീപ്പോ റെഡിയാക്കിയിട്ടില്ല. ഞങ്ങൾ അത്രയും പേരുടെ ബൈബിൾ ഞങ്ങൾ വെക്കുന്ന ഒറ്റയിടത്ത എടുത്ത് വായിച്ചിട്ട് അവിടെ കൊണ്ട് വെച്ചോണം. അവിടെ ഇവിടെ ഇട്ട് വെക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പരിശുദ്ധ വചനമാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് അന്ന് തൊട്ട് എനിക്ക് ഭയം, സ്തോത്രം, എനിക്ക് പേടിയോ. കാരണം ഞാൻ അനുഭവസ്ഥനാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞതാ ഈ ബൈബിളിന്റെ മഹത്വം. 2 മണിക്കൂർ എന്റേതായ തലത്തിൽ ഞാൻ പ്രയോഗിച്ചപ്പോൾ നടക്കാതെ വന്നപ്പോൾ പെട്ടെന്ന് ഈ വചനെടുത്ത് വായിച്ചപ്പോൾ 2 മണിക്കൂർ എന്നെ വട്ടം കറക്കിയ വിചാരിച്ച് ഒറ്റ സെക്കൻഡോട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, വചനം ചെറിയ കാര്യമല്ല. ആമേൻ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഞാൻ പറയും, ഏത് വിഷയത്തിന് ഞാനിപ്പം ഈ ലൈവിൽ വന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത് അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. ഈ കെട്ട് പൊട്ടു എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പൊട്ടുമെന്ന അധികാരത്തോടെ പറയുന്നത്. വഴി തുറക്കും എന്ന് പറഞ്ഞാൽ അനുഭവം കൊണ്ടാണ് വഴി തുറക്കും എന്ന് പറയുന്നത്. സൗഖ്യമാകും എന്ന് പറഞ്ഞാൽ കൃപയാൽ കർത്താവിന്റെ അഭിഷേകം ഉള്ളതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹീലിംഗ് നടക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ പറയാം, മരുന്നില്ലാത്ത പടക്കമല്ല ഇന്ന് രാത്രി പൊട്ടിക്കുന്നേ, മരുന്ന് നിറച്ചതാ. ഇത് കത്തിച്ചാൽ പൊട്ടും. ആമേൻ. അനുഭവത്തിൽ നിന്നുകൊണ്ടാ പ്രിയരെ ഇന്ന് രാത്രി കൈമാറുന്നേ. വിശ്വസിച്ചോണം, വിശ്വാസത്തോടെ അധികാരത്തോടെ. ആമേൻ, ആമേൻ. ശുശ്രൂഷകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങിയാൽ
നിശ്ചയം നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആമേൻ, ഈ സാക്ഷിയൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ആമേൻ, കർത്താവ് വലിയ ചെയ്യുമെന്ന് ഇന്ന് രാത്രി അണ്ടർലൈൻ ഇട്ട് നമ്മൾ പറയുക. കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഈ ആമേൻ 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 ഒരു ലോറിയെ നിറച്ച സാധനം കയറ്റി എന്റെ കാറിന് എന്റെ ഭാര്യയും ആമേൻ 3 കുഞ്ഞുങ്ങളെ കയറ്റിക്കൊണ്ട് ഞാൻ ഈ കൊല്ലത്ത് വന്നിറങ്ങിയത്. ആരും ഇല്ലായിരുന്നു സപ്പോർട്ട്, ഒരു കുഞ്ഞുങ്ങളുടെ സപ്പോർട്ട്. ആമേൻ, എനിക്ക് ബന്ധക്കാരില്ല, കൂട്ടുകാരില്ല, സ്വന്തക്കാരില്ല, പരിചയക്കാരില്ല. കോട്ടയത്തുനിന്ന് ഒന്നുമില്ലാതെ ഞാൻ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയതാ. ആമേൻ, സ്തോത്രം. ആമേൻ, ദൈവം തന്ന അധികാരം ശുശ്രൂഷയും കൊണ്ട് കൃപയാൽ ഇതുവരെ കർത്താവ് ഈ പട്ടണത്തിൽ നിർത്തിയിരിക്കുക. നാളുകളിൽ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഉടമന ധനകൽക്കന. ആമേൻ ആമേൻ. ജോഹൻ ജോസ് ഫിലിപ്പ് ആമേൻ കുടുംബമായി ആമേൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ശക്തമായി പറയാം, വിശ്വസിച്ചു. ആമേൻ, ചില ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ മുമ്പിലുണ്ട് കേട്ടോ. ആമേൻ, ചില ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഉടമന ധനകൽ കരാതര. ഈ രാത്രി വിശ്വസിച്ചോണം. ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തയോടെ നിന്നു. അല്പത്തിൽ വിശ്വസ്തരായവരെ അധികത്തിൽ വിചാരകരാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരം എന്നോട് ഇങ്ങനെ പരിശുദ്ധാത്മാ പറയുന്നു. കിട്ടിയ താലന്ത് അവൻ കുഴിച്ചിട്ട് മാറി നിന്നവരെ പോലെയല്ല, അവൻ അത് വർദ്ധിപ്പിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചവരുടെ മുൻപിൽ നല്ല ദാസനെ എന്നുള്ള വിളി കേട്ടതുപോലെ അടംബാര ധാരാമാന ധീരാലഭ ശമനഗതന ധനകൽക്കരാതര വിശ്വസ്തയോടെ നിന്നു. ചില പടവുകൾ ചവിട്ടി കയറിപ്പോകുന്നത്, ചില പടവുകൾ ചവിട്ടി കയറിപ്പോകുന്നത് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദർശിക്കുന്നു. ആമേൻ, ആത്മാവിൽ ഞാൻ കണ്ട് പ്രവചിക്കുകയാണ്. ഉഡാനാമ ശതരബലഗദന അടംബര ധീരബൽ കരാദന ധനകൽ കരാദര അടംബവ ധീരമനഗദന ഘടകം. സംശയിക്കണ്ട. വീണ്ടും പരിശുദ്ധാത്മാ പറയുന്നു, സംശയിക്കേ വേണ്ട. എന്തെന്നറിയാമോ? ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം അത് ദൈവിക നിയോഗപ്രകാരം സ്വർഗമാക്കി വെച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടം അങ്ങനെ ദൂത് പറയാൻ, അങ്ങനെ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഇടം, നിങ്ങൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതൊരു ദൈവത്തിന്റെ നിയോഗമാണ്. അവിടെ ദൈവം ആക്കി വെച്ചതാ. റമന ഹത്തിയ റബല ഷിയാന്തര ഹൽക്കര. ആമേൻ, ആമേൻ. ഒരു ദൂത് പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ആമേൻ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അടമമ സിയാന്തര ഹൽക്കര. ചില ദൈവ പ്രവർത്തിക്കായി കർത്താവ് നിങ്ങളെ കണ്ടതാണ്, നിങ്ങൾ കുടുംബമായിട്ട്. ആമേൻ. ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങളെ കർത്താവ് കണ്ടതാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അടമാ നഗദന ധനകൽ കരാതര. ചുവടുകൾ ഉറപ്പിച്ചു. ഒരു വലിയ ദൈവ പ്രവൃത്തി നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുകയാണ്. ഉടമമമ സെകെലെബേ ശനമന ദിയാറബല ശന്തര അൽക്കര ലക്കര ധരാബല ബലബ ഷിയാന്തര ഹൽക്കര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുമ്പോൾ തന്നെ ദൈവാത്മാവ് ഫിന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫിന്നി എന്നൊരു പേര് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു. ഫിന്നി അടംബ സിക്കറമന ഹത്യ റബല ശമന ധനകൽക്കര. എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു അസാധാരണമായ ചില കണക്ഷനുകൾ പരിശുദ്ധാത്മാവ് ഒരുക്കാൻ പോകുന്നു. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. അടമന ചില റൂട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകാൻ പോകുന്നു. അടബ ശബല ധരകൽ കരാതര അടമ്മനം ധനകൽ കരം വര ഗതനഘട്ടം. എന്നോട് ഇങ്ങനെ ആ പേര് പറയുമ്പോൾ ആമേൻ, എന്നോട് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ആമേൻ, ഇങ്ങനെ അത് പ്രവചിക്കാൻ പറയുന്നു. ഉടനാ ധനകൽ കരാതര. ആമേൻ. ഈ ശീമോന്റെ പടകിൽ യേശു കയറിയതുപോലെ നിങ്ങളുടെ പടകിനകത്ത് ആ പേരുകാരൻ കയറും. ഉടമന ഷിയാന്തര ഹൽക്കര. അങ്ങനെ ഒരു പേരുകാരൻ നിങ്ങളുടെ പടകിനകത്ത് കയറാൻ പോവാം. ഫിന്നി ലപ്പ സിക്കല സിയാന്തര
അർമന ധനകൽ കരംതര ഘട്ടം യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറി അസാധാരണമായ ദൈവ പ്രവർത്തിക്കായി ഒരു വാതിൽ സ്വർഗത്തിലെ ദൈവം കണക്ട് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പേരുകാരൻ എവിടെയാണോ അവന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഇറങ്ങട്ടെ. ഓ, the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കുന്നു. യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടത് യഹോവയുടെ വചനമാകിയാൽ അതതിനെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരത്തില്ല. അടിവരയിട്ട് ഞങ്ങൾ ആമേൻ പറയുന്നു. സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാമല്ലോ. അപ്പൊ വചനത്തിന് അതിൻ്റെതായ പവറുണ്ട് അല്ലെ, വചനത്തിന് അതിന്റെ ശക്തിയുണ്ട്. ഞാനിപ്പോ പറഞ്ഞ സാക്ഷ്യം കേട്ടല്ലോ, അതിൻ്റെതായ ശക്തിയാ. ആമേൻ ആമേൻ. വചനം പറയുമ്പോൾ, അധികാരത്തോടെ വചനം പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. വചനത്തെ വിശ്വസിച്ചോണം. ഏത് കെട്ടുമുട്ടിക്കും, ഏത് തടസ്സവും മാറും, ഏത് വഴി തുറക്കും. അതാണ് വചനത്തിന്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ കണ്ടു. ആമേൻ സ്തോത്രം. വചനം ആമേൻ യേശു വചനം എടുത്തെന്നാ പറഞ്ഞേ. ആമേൻ. ഇതിനു മുമ്പ് ആമേൻ യേശു ആ തിരുവചനം എടുത്തിട്ടുണ്ട് അല്ലെ, വായിച്ചിട്ടുണ്ട്. പക്ഷെ യെശയ്യാ പ്രവാചകൻ ഈ ഒരു വചനം വായിച്ചപ്പം ആമേൻ സകല കണ്ണും അവന്റെ മേൽ പതിഞ്ഞു. ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് ഈ കണ്ണൊന്ന് പതിയാൻ തന്നെ കാരണം ആമേൻ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതരെ സ്വതന്ത്രമായി വിട്ടയപ്പാൻ കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ബദ്ധന്മാരും കുരുടന്മാരും ആമേൻ അവിടെ പ്രശ്നം പിടിച്ച് ആരൊക്കെ ആ ആലയത്തിന്റെ അകത്തളത്തിൽ ഉണ്ടായിരുന്നോ, ആരൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നോ, ഈ വചനം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അതിനകത്തിരുന്ന സകലത്തിന്റെയും കെട്ടുകൾ പൊട്ടി. ആമേൻ. അതിനകത്തിരുന്ന സകലരുടെയും കെട്ടുകൾ പൊട്ടി. അതിനകത്തിരുന്ന സകലരുടെയും പ്രശ്നത്തിന് പരിഹാരമായി. അങ്ങനെ വിശ്വസിക്കുക. കാരണം കെട്ടുകൾ പൊട്ടിയപ്പോൾ ആമേൻ പ്രശ്നത്തിന് പരിഹാരമായപ്പോൾ ആമേൻ പ്രതിസന്ധി മാറിയപ്പോൾ പ്രതികൂലങ്ങൾ മാറിയപ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇരുന്നവരുടെ കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. കാരണം ഇതുവരെ കാണാത്ത ഒരന്തരീക്ഷം ആലയത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെട്ടു. അതാ സത്യം. ആ വചനം പറഞ്ഞപ്പോൾ ഇതുവരെ കാണാത്ത ഒരു അന്തരീക്ഷം എന്ത് ചെയ്തു? ആമൻ ആലയത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെട്ടു. കാരണം യേശു ആമൻ ആ വചനം പറഞ്ഞത് ആത്മാവിന്റെ നിറവില. യേശു വചനം പ്രസംഗിച്ച ആ വചനം എടുത്ത് വായിച്ചത് പരിശുദ്ധാത്മാവിന്റെ നിറവില. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആമേൻ വചനം പറയാൻ തുടങ്ങിയാൽ ആത്മാവിന്റെ ശക്തിയിൽ പാടാൻ തുടങ്ങിയാൽ, ആത്മാവിന്റെ ശക്തിയിൽ വചനം പറയാൻ തുടങ്ങിയാൽ അല്ലെ, ആത്മാവിന്റെ ശക്തിയിൽ പ്രവചിക്കാൻ തുടങ്ങിയാൽ, എന്തിനേറെ ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പുരയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉടമന ഹത്തിയ റബല ഷിയാന്തര ബലഹ തിയ റബല ഉടബ ശബബബ ബബബബ ഓ റബല ദരഗൽ കരാദര. യെസ് 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 ആമേൻ. മഹഫോസ് അല്ലേ, മഹഫോസ്. ബ്രദറെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആമേൻ നിങ്ങളോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആമേൻ. സെക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സെക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ലമന ഹത്യ. ബ്രദറെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിച്ചു കൊടുത്തു. ആമേൻ. ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. ഉടമന ഹദന കൽക്കര ദര ഉടബരം ദരകൽ കരം ദരം ദരകൽ കരം ദരം. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരും. യെസ്, ഇതൊരു ദൂത കേട്ടോ. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരും. ചില പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ചുവടുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ദൈവത്തെ മുൻപറ്റിയതും നിങ്ങൾ ഇറങ്ങിത്തിരിച്ചതും അവൻ വലിയ പ്രതീക്ഷയോടെയാ. അടബല ദരകൽ കരാദര അടംബവ ദിരമന ഗതനഘട്ടം. നിങ്ങളോട് തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇങ്ങനെ ഇടപെടുക. സമർപ്പിച്ചു കൊടുത്തു. ആമേ ആമേ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യും. യെസ്. ഉടമന, നിങ്ങളുടെ പേരിനെ കർത്താവ് ബ്ലെസ് ചെയ്യുക. യെസ്.
നിങ്ങളുടെ പേരിനെ കർത്താവ് ബ്ലസ് ചെയ്യുക. നിങ്ങളുടെ പേര് പുറത്തു വരാൻ പോകുകയാണ്. അടംബ സിമന ധനകൽ കരാതര അടകന ഗതനകൽ കരം വരഗതന ഘട്ടം ഉടംബരം വിരകൽ കരാതര. ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച വ്യക്തിയാ. നിങ്ങളുടെ മുമ്പിൽ ചില വലിയ അനർത്ഥങ്ങൾ കഴിഞ്ഞുപോയി. അനർത്ഥങ്ങൾ വരുന്നു എന്നല്ല, ഫേസ് ടു ഫേസ് ചില വിഷയങ്ങൾ നിങ്ങൾ കണ്ടതാ. അറബല ദരകൽ കരം വരം 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 വരഘട്ടം വരഘട്ടം ദീപരഘട്ടം അടങ്കരം ദരകൽ കരം. ചില വിഷയത്തിനകത്തും നിങ്ങളെ ദൈവാത്മാവ് വലിച്ചു പുറത്തെടുത്തതാണെന്ന് അത് ഓർമ്മിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ഓർത്തോളാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ചില വിഷയത്തിനകത്ത് നിങ്ങളെ വലിച്ചു നിങ്ങളെ തിരിച്ചു പിടിച്ചതാണ്. ആമേൻ. ദേവാസനെ നിങ്ങളെ സ്വർഗത്തിലെ ദൈവം മടക്കി പിടിച്ചതാ. അടംബവം ധീരംബരം വരഘട്ടം വരഘട്ടം ദീപരഘട്ടം അടകലഗതനം അൽപരം. ഇന്നൊരു ദൈവശബ്ദം ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് നിങ്ങൾ ഈ സൂം മീറ്റിൽ ജോയിൻ ചെയ്തത്. ഷപ്പല, എന്നോട് ഇന്ന് രാത്രി ഒന്ന് സംസാരിക്കണമേ എന്ന് നിങ്ങൾ ടൈം എടുത്ത് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന മനുഷ്യനാണ്. റമഹത്യ റബല ശമനകൾ കരംബര ഘട്ടം കടകലഗതനകൾ കരം. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ആമൻ മുറുകെ പിടിച്ചോ. ആമൻ കർത്താവിന്റെ കരത്തിൽ മുറുകെ പിടിച്ചോ. നിങ്ങൾക്ക് മുമ്പിൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ ആമൻ ഓർപ്പിക്കുകയാണ്. ചില അസ്വസ്ഥതകളെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ശുശ്രൂഷയുടെ പരിധിയിലും അധികാരത്തിലും നിന്നുകൊണ്ട് നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്ത ചില അസ്വസ്ഥതകളെ ഇന്ന് രാത്രി ആത്മാവിൽ ബ്രേക്ക് ചെയ്യുക. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ഒരു ദൈവശക്തി ഇറങ്ങുക. ഇന്നൊരു ഡെലിവറൻസ് നിങ്ങൾ അനുഭവിക്കും. ഇന്ന് ഈ ലൈവിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങളെ ശിരസ് മുതൽ ഉള്ളം കാൽ വരെ ഒരു അസാധാരണമായ ദൈവശക്തി ഈ രാത്രി ഇറങ്ങുക. ഉടവ ശബല ദരബല വിട്ടുകൊടുത്തു. ആമേൻ. സൂം മീറ്റിംഗ് ആണെന്നൊരു ചിന്ത വേണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. റപ്പ ശപ ലദര ദരാദര അർദ്ധന ദീപര ദിബബ ശംബവ അടകനഗതന ധനകൽ കരാതര. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ നുകങ്ങൾ ഒടിയുവാൻ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. The name of Jesus. ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ഉടമന ധനകൽ കരാതര. ആരോടും പറയാതെ നിങ്ങളെ വിവേചിക്കുക ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്. ആരോടും പറയാതെ, ആരോടും നിങ്ങൾ ഷെയർ ചെയ്യാതെ നിങ്ങൾ തന്നെ ഒതുക്കി നിർത്തിയിരിക്കുക ചില മേഖലകളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രി ദൂതനിറങ്ങി അതിനകത്ത് നിങ്ങളെ വലിച്ചു പുറത്തെടുക്കുക. ഈ രാത്രി നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയാണെന്ന് ദൈവാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ ആ സഹോദരന്മാർ വെളിപ്പെടട്ടെ. ചില വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ആ വിടുതൽ റിലീസ് ചെയ്യുക. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യഹോവയുടെ വായിന്ന് പുറപ്പെടുന്നത് യഹോവയുടെ വചനമാണ്. അതതിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരത്തില്ല. ഇന്ന് രാത്രി ആണയിട്ട് പറയുന്നു, ആത്മാവിൽ ഞാൻ പ്രവചിച്ചുപോയി, ആത്മാവിൽ ഞാൻ പറഞ്ഞുപോയി. ആ നുകത്തെ ഞാൻ ആത്മാവിൽ വചനം അയച്ച് ഞാൻ പൊട്ടിച്ചിരിക്കുക. അതിനി മാറത്തില്ല. ഇന്ന് രാത്രി ഈ മനുഷ്യനെ സ്വതന്ത്രമാക്കി. ആമേൻ. ആ വചനത്തിലെ പ്രവൃത്തി ഇന്ന് രാത്രി ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് റിലീസ് ചെയ്ത് ഞങ്ങൾ സ്വതന്ത്രമാക്കുക. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ലപ്പര ഷിയാന്തര അൽക്കര ശമന ധനകൽക്കരാതര. യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുത വിടുതലുകൾ നടക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില അത്ഭുത വിടുതലുകൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുത വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ യേശു ആമേൻ ആ വചനം എടുത്ത് വായിച്ചപ്പോൾ ആലയത്തിന്റെ അകത്തളത്തിൽ അത്ഭുതം വെളിപ്പെട്ടു. കാരണം ആമേൻ പ്രശ്നം പിടിച്ചിരുന്ന റമന ഹത്യ റബല ആമേൻ ഭാരത്തിലായിരുന്ന ആമേൻ തകർന്നതിന്റെ മേൽ എനിക്കറിയാം. ഞാൻ ഇന്ന് മനോജ് പാസ്റ്ററെ, ഇന്ന് രാത്രി നമ്മൾ ഇങ്ങനെ ലൈവിലാണെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പലരെയും പരിശുദ്ധാത്മാവ് ഈ രാത്രി തൊടുക. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ചില ഡെലിവറൻസ് നമ്മുടെ ചർച്ചിൽ നടക്കും. എല്ലാബാര അഷിയാന്തര ഹൽക്കര. നിങ്ങൾ ഞാൻ ശക്തമായി പറയാം, ആമേൻ, ആമേൻ ഇതുപോലെ ആമേൻ സൂ മീറ്റിംഗ് ആണല്ലോ എന്നൊരു ചിന്ത നിങ്ങൾ ഒരിക്കലും ഇരിക്കല്ലേ. ആ ഒരു ചിന്ത വിട്ടു. അടുത്തൊരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനെ കൊണ്ടുപോവുകയാണ്. അടുത്തൊരു ലെവലിലേക്ക്. ലമന ഹത്തിയ റബല ആമേൻ. അടുത്തൊരു ലെവലിലേക്ക് ഇന്ന് രാത്രി ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ ഈ പ്രവചിക്കുമ്പോഴും ഈ ആത്മീയ നിലവാരത്തിൽ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതിനകത്ത് അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. അസ്വസ്ഥത ഫിസിക്കലി ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി. ആമേൻ വല്ലാത്തൊരു വിമിഷ്ടം. ഇന്ന് ഇതിനകത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഛർദ്ദിക്കണമെന്ന് തോന്നുന്നവർ ഇപ്പൊ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ ഈ ഛർദ്ദിക്കണമെന്ന് തോന്നുന്നവരിന്റെ അകത്തിരിപ്പുണ്ട്. അറബല ഷിയാന്തര ഹൽക്കര ആമേൻ വോമിറ്റിംഗ് ടെൻഡൻസി, ഭയങ്കരമായിട്ട് അസ്വസ്ഥത. ഉദരത്തിനകത്ത് ഭയങ്കരമായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന ഇരിപ്പുണ്ട്. ഉദരത്തിനകത്ത് ഒരു ദൈവശക്തി ഇറങ്ങിയിട്ട് എന്തോ ഉദരത്തിനകത്ത് വല്ലാത്തൊരു വിമിഷ്ടം. ആമേൻ. അങ്ങനെ അസ്വസ്ഥത അനുഭവിക്കുന്നവർ ശരീരം വരിഞ്ഞു മുറുകുന്നത് പോലെ. അപ്പോൾ തന്നെ ജോയിന്റ്സിന് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ജോയിന്റ് പെയിൻ, അസ്ഥികൾക്ക് വേദന, ആമേൻ, കൈകാലുകൾക്ക് വേദന, ശരീരമാകമാനം വല്ലാത്തൊരു അസ്വസ്ഥത ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തു. ഈ മീറ്റിങ്ങിനകത്ത് അത്ഭുതം നടക്കും. അങ്ങനെയുള്ളവർ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് രാത്രി നിങ്ങളുടെ മുഖങ്ങൾ ഒടിയുകയാണ്. ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുക. ആമേൻ. ഞാൻ ശക്തമായി പറയാം, റമന ഹത്തിയ റബല, ഞാനിത് പറയുമ്പോൾ ആമേ സ്തോത്രം, നിങ്ങൾ വിശ്വസിച്ചോണം. ഞാൻ ആ ആത്മീയ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നത്, ഞാൻ പറയുന്നത്. ലമന ദരകൽ കരാദര ആമേൻ സ്തോത്രം. ആമേൻ. അടുത്തൊരു ലെവലിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ആമേൻ കുടുംബ ജീവിതത്തിന്റെ അകത്തളത്തിൽ സ്വസ്ഥതയില്ല. കുടുംബത്തിന്റെ അകത്ത് നിങ്ങൾ ഇന്ന് രാത്രി എവിടേക്കോ പരിശുദ്ധാത്മാവ് കയറി ഇറങ്ങുക. ഇന്ന് രാത്രി ഏതൊക്കെയോ മേഖലകൾ പരിശുദ്ധാത്മാവ് കയറി ഇറങ്ങുക. വീട്ടിൽ സ്വസ്ഥതയില്ല. ഭാര്യ ഭർത്തൃബന്ധത്തിനകത്ത് സ്വസ്ഥതയില്ല. കലഹമാണ്, അസ്വസ്ഥതയാണ്. തമ്മിൽ റമന ഷിയാന്തര ഹൽക്കര, ഒറ്റ വാക്ക് മതി, ആ വാക്കിനകത്ത് തമ്മിൽ തെറ്റിപ്പോവും. റമന ഷിയാന്തര കുടുംബ അന്തരീക്ഷത്തിനകത്ത് വാക്കുകൾ വന്നിട്ടിട്ട് ഒരു നിസാര കാര്യം പറഞ്ഞാൽ പോലും അത് കലഹത്തിൽ കൊണ്ടുവന്നിട്ട് കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥത കെടുത്തി. ഞാൻ ഇങ്ങനെ ഇത് വ്യാഖ്യാനിച്ചു വിവരിച്ചു ഒക്കെ പറയുന്നതെന്നറിയാമോ? ഇതിന്റെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന ചില കെണികൾ ഇന്ന് രാത്രി പൊട്ടും. ഇതിന്റെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന ചില കെണികളാണ്. അല്ല പശിയാന്തര, നിങ്ങൾ അത് വിവേചിച്ചറിയുന്നെങ്കിൽ സ്തോത്രം. നമ്മൾ നിസ്സാരം എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഈ 18ാമത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഈ 18ാമത്തെ ദിവസം നിങ്ങൾക്ക് വിശ്വസിക്കാമോ? റമന ഷിയാന്തര യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന യഹോവയുടെ വചനമാണ്. അതതിന്റെ പ്രവൃത്തി ചെയ്ത മടങ്ങത്തില്ല. ഇന്ന് രാത്രി നിങ്ങളിരിക്കുന്ന മുറിക്കകത്ത് ദൂതനിറങ്ങുക. നിങ്ങളുടെ റൂമിനകത്ത് ദൈവശക്തി ചലിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത് ദൈവശക്തി ചലിക്കുക. നിങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുക. നിങ്ങളുടെ ശരീരത്തെ പരിശുദ്ധാത്മാവ് തൊടുക ഇന്ന് രാത്രി. ചില മേഖലകൾ ഡെലിവറൻസിലേക്ക് നയിക്കപ്പെടുന്നു. അത് ജോലി ആത്മീയ മേഖലയാണെങ്കിലും ഭൗതിക മേഖലകളാണെങ്കിലും ഇന്ന് രാത്രി ചില മേഖലകളെ ദൈവാത്മാവ് തൊടുക. ഞാനിത് പറയുമ്പോൾ റമന ഹത്തിയ റബല, ഈ വചനത്തിന്റെ അകത്ത് നിങ്ങളെ തന്നെ എറിഞ്ഞു കൊടുക്കാമെങ്കിൽ, ഈ വാക്ക് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ആ ഡെലിവറൻസ് ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തിന്റെ ഈ അകത്തളത്തിൽ വെളിപ്പെടും. നിങ്ങളുടെ മേൽ അത് വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി സംഭവിക്കട്ടെ.
ഈ രാത്രി സംഭവിക്കട്ടെ. ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ 18ാമത്തെ ദിവസം ചില ഡെലിവറൻസുകൾ ഇവർ അനുഭവിച്ചറിയട്ടെ യേശുവിന്റെ നാമത്തിൽ. വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി ദൂതൻ കയറിയിറങ്ങുന്നു. വിവിധ വിഷയങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടുക. ഞങ്ങളുടെ ആത്മാവിൽ അത് കൽപ്പിക്കുക. ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്നു, ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്നു, ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്നു, ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്നു. യെസ്, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരപ്പാകുകയും ചെയ്യുന്ന രാത്രി, ചില തടസ്സങ്ങൾ മാറുന്ന രാത്രി, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്ന രാത്രി, ഇരുമ്പോടാമ്പലുകൾ തകർന്ന് താമ്ര കവലുകൾ തകർന്ന് ഇന്ന് രാത്രി അഭിഷിക്തന്മാർക്ക് വാതിലുകൾ തുറക്കപ്പെടുന്ന രാത്രി. സഭയ്ക്കകത്ത് ചില അത്ഭുതങ്ങൾ നടക്കുന്ന രാത്രി. സഭയ്ക്കകത്ത് ചില അത്ഭുതങ്ങൾ നടക്കുന്ന രാത്രി. സഭയിലെ കുടുംബങ്ങൾക്കകത്ത് ചില വിടുതലുകൾ തിരിച്ചറിയുന്ന രാത്രി. ഇന്ന് രാത്രി സന്ദർശനത്തിന്റെ രാത്രി, പുറപ്പാടിന്റെ രാത്രി, അത്ഭുതത്തിന്റെ രാത്രി, നിറവിന്റെ രാത്രി, ദൈവ പ്രവൃത്തിയുടെ രാത്രി. ഞാൻ ഇങ്ങനെ കൂടെ പ്രവചിക്കുന്നു ഇന്ന് രാത്രി. ആമേൻ, ആമേൻ, ആമേൻ. ഇതിനകത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളും സ്വദേശത്തുള്ളവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്. യെസ്, ആമേൻ, 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 ആമേൻ. വിദേശത്ത് അബുദാബിയിൽ നിൽക്കുമ്പോൾ തന്നെ ഇവരുടെ കുടുംബങ്ങൾ നാട്ടിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ദൂത് ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വിദേശത്തും ഇവരുടെ നാട്ടിലെ ഭവനത്തിന്റെ അകത്തളത്തിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഇവരുടെ സഹോദരങ്ങളുടെ മേൽ, ഇവരുടെ മാതാപിതാക്കളുടെ മേൽ, ഇവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഇവരുടെ കൂടപ്പറപ്പുകളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. എന്നോട് ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വരിക്കണം, ദൂതവരുന്ന ഇതിനകത്ത് പ്രവചന ശബ്ദമാ. കരൾ സംബന്ധമായ വിഷയത്തിനകത്ത്, ഇതിനകത്തിരിക്കുന്ന ആമേൻ ചില വ്യക്തികളുടെ കുടുംബത്തിനകത്ത് കരൾ സംബന്ധമായ ചില വിഷയത്തിനകത്ത് ഭയങ്കരമായിട്ട് ആമേൻ പ്രയാസം അനുഭവിക്കും. കരൾ സംബന്ധമായ രോഗം, കരൾ ഇന്ന് രാത്രി ആമേൻ സ്വർഗത്തിലെ ദൈവം തൊടുക. വിശ്വസിച്ചോ? ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് വിശ്വസിച്ചോ, ഏറ്റെടുത്തോ. കരൾ സംബന്ധമായ വിഷയവുമായി ഭവന അന്തരീക്ഷത്തിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന, യെസ്, ആമേൻ, ആമേൻ, ചില മെഡിസിനുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവൻ അറ്റൻഡ് ചെയ്ത് ആമേൻ, ആമേൻ, ഈ രോഗത്തിന് പുറകെ അവൻ നടക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് സൗഖ്യമാക്കുന്നു. വിശ്വസിച്ചോ? ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങുക, വചനം ഇറങ്ങി തൊടുക. ഈ രാത്രി അസാധാരണമായ ഹീലിംഗ് നടക്കുന്നെന്ന് എന്നോട് ദൈവാത്മാവ് പ്രവചിച്ചു പറയുക. ആത്മാവിൽ ദൂതറിയിക്കുക. കരൾ സംബന്ധമായ വിഷയത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊട്ടു സുഖപ്പെടുത്തുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ 18ാമത്തെ ദിവസത്തിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ ദൈവശക്തി ചലിച്ച് ഇന്ന് രാത്രി ഡെലിവറൻസ് പൂർണ്ണമാകട്ടെ. ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ദൈവാത്മാവ് തൊടുന്നതിനായി സ്തോത്രം. യെസ്, ദൈവാത്മാവ് തൊടുന്നതിനായി സ്തോത്രം. യഹോവയുടെ വായിന്ന് പുറപ്പെടുന്നത് യഹോവയുടെ വചനമാണ്. അത് അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങത്തില്ല. ഞങ്ങൾ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ഞങ്ങൾ ആത്മാവിൽ പറയുകയാണ്. അസ്മിത്താഴ്വരയിൽ ആമേൻ ദൈവശക്തി ഇറങ്ങിയപ്പോൾ സൈന്യമായിട്ട് എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ചില ജീവൻ പ്രാപിക്കട്ടെ, ചില ജീവൻ പ്രാപിക്കട്ടെ, ചില അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില വിടുതലുകൾ നടക്കട്ടെ, അത് പൂർണ്ണമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. തലപൊക്കി എഴുന്നേൽക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾ ആത്മാവിൽ വചനം വടിയാൽ തകർന്നു കളയുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഡെലിവറൻസ് ഉണ്ടാകട്ടെ. ചില അത്ഭുതങ്ങൾ ഞങ്ങൾ കൽപ്പിക്കുകയാണ്, ചില അത്ഭുതങ്ങൾ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ആമേൻ. വീണ്ടും നമുക്ക് ആമേൻ ആത്മാവിൽ വചനത്തിനകത്തേക്ക് മടങ്ങി വരാം. ആമേൻ, സ്തോത്രം. യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ, അല്ലെ, ആത്മാവിന്റെ ശക്തിയോടെ വചനമെടുത്ത് വായിച്ചു. ആമേൻ. വചനമെടുത്ത് വായിച്ചപ്പോൾ അതിനകത്തിരുന്ന സകലരെയും സ്വർഗം
സൗഖ്യമാക്കി ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് സകലരുടെയും കണ്ണ് യേശുവിന്റെ മേൽ പതിഞ്ഞു. ആമേൻ. ഇങ്ങനെയാ. ആമേ സ്തോത്രം. നമുക്കറിയാം ആലയത്തിന്റെ അകത്തളത്തിലേക്കും യേശു വരുമ്പോൾ യേശുവിനെ കണ്ട ഒരു പ്രത്യേക കണ്ണുണ്ടല്ലേ? യേശുവിനെ കണ്ടൊരു കണ്ണ്. ആമേൻ. യേശുവിനെ കണ്ടൊരു കണ്ണ്. ലമന ഹത്യ റബല ചിയാന്തര ഹൽ കരലമ ശമന ധനഗതന. രഞ്ജിത്ത് ബ്രദറെ, അഭിഷിക്ത, ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചേ. റിമനം ദരകൽക്കരം. ഈ ആത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ, ബൗണ്ടറികളെ പൊളിക്കുന്നതാണ്. ആത്മാവിന്റെ ശക്തി ബൗണ്ടറികളെ പൊളിക്കുന്നതാണ്. റീമാന, എനിക്ക് ഇന്ന് പ്രവചനത്തിന്റെ ദിവസമാണ്. ഇന്ന് പ്രവചനത്തിന്റെ ദിവസമാണ്. ആത്മാവിന്റെ ശക്തി ബൗണ്ടറികളെ പൊളിക്കുന്നതാണ്. ഉടമന. ആമേൻ. രഞ്ജിത് ബറെ, ആമേൻ. ഇന്ന് രാത്രി ദൂതൊന്ന് പിടിച്ചേ. ഈ ദൂത കയറി ഒന്ന് പിടിച്ചേ. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിക്കൂ. മുട്ടുമടക്കിയിട്ടില്ലെന്നല്ല, എന്നോട് പറഞ്ഞാൽ ഞാൻ ആമേൻ പറയും. ഉടമന ധനകൾക്ക് എന്നോട് തിരിച്ച് ദൂത് പറഞ്ഞാൽ ഞാൻ 100% ആമേൻ പറയും. മുട്ടുമടക്കിക്കോ എന്ന് പറഞ്ഞാൽ ആമേൻ. ഇപ്പോൾ ഉള്ളതിലും അധികം സമയം. ആമേൻ. ഇപ്പോൾ 1 മണിക്കൂർ ഇരുന്നാൽ 2 മണിക്കൂർ ഇരുന്നു. ഇപ്പൊ 2 മണിക്കൂറായിരിക്കുന്നെങ്കിൽ ഒന്നുകൂടെ കൂട്ടി 3 മണിക്കൂർ ഇനി. ലമന ധനകൽക്കന. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂർ ഇരിക്കാൻ പറ്റിയ സ്തോത്രം. ആമേൻ. റമന സമയം സ്പെൻഡ് ചെയ്തു. ഉടമന ധനകൽക്കരാതര. ആമേൻ. അഭിഷിക്ത, നിങ്ങളുടെ അതിരുകളെ സ്വർഗത്തിലെ ദൈവം വിശാലമാക്കാൻ ആഗ്രഹിക്കുക. റമഹത്യ റബല ശിമന ധനകൽക്കരാതര. നിങ്ങളുടെ അതിരുകളെ ആമേ സ്വർഗത്തിലെ ദൈവം വിശാലമാക്കാൻ എന്നോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. എബ്ബേസ് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ സ്ഥിതി ഒന്ന് മാറണം. രഞ്ജിത് പറഞ്ഞോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. എന്റെ സ്ഥിതി ഒന്നും മാറണം. റമന ഹത്യ റബല ശമന ധനകൽക്കരം. അവന്റെ അമ്മ പറഞ്ഞൊരു പേരുണ്ട്, ഇവൻ എനിക്ക് വ്യസനപുത്രൻ. അതാണ് അവന്റെ അമ്മ പറഞ്ഞത്. ആമേൻ. അവന്റെ സഹോദരന്മാർ അവനെ കണ്ട ഒരു കണ്ണുണ്ട്. ലമന ധനകൽക്കര. ഇത്രയേ ഉള്ളൂ, ഇവിടം വരെ. ഇതിനപ്പുറത്തോട്ടൊന്നില്ല. റമന ഷിയാന്തര ഹൽക്കര. പക്ഷേ ആമേൻ, ദൈവാത്മാവ് ഞാൻ ഇങ്ങനെ ദൂത് പറയാം. മുട്ടുമടക്കേണ്ട പോലെ മുട്ടുമടക്കി, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചപ്പോ തമ്പുരാൻ പറഞ്ഞു, ഇവൻ എനിക്ക് മാന്യന. റമന ധനകൽ കരാതര. എന്തവൻ പ്രാർത്ഥിച്ചോ അവൻ പ്രാർത്ഥിച്ചതിനെ ദൈവം അവന് നൽകി. അടംബരം ദരകൽക്കരം. ആത്മാവിന്റെ അഭിഷേകം സ്ഥിതിയെ മാറ്റുന്നതാ. ഉടംബരം ധീര കൽക്കര ലവ ശമന ധനകൽക്കരാതര. ഈ ദിവസങ്ങൾ അതിരുകളെ സ്വർഗത്തിലെ ദൈവം വിശാലമാക്കാൻ പോകുകയാണ്. വിശ്വസിച്ചോ? അതിരുകളെ വിശാലമാക്കാൻ പോകുകയാണ്. ആമേൻ. ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുത്തു. സ്ഥിതിയെ സ്വർഗത്തിലെ ദൈവം മാറ്റാൻ പോകുകയാണ്. ഉടംബരം വരഘട്ടം. ഒരു വലിയ ദൈവ പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അഭിഷേകം ഇങ്ങനെ പറഞ്ഞ് ഈ ദൂത് അവസാനിപ്പിക്കട്ടെ. അഭിഷേകം ദൈവദാസനെ നിന്റെ സ്ഥിതിയെ മാറ്റും. അഭിഷേകം നിന്റെ സ്ഥിതിയെ മാറ്റും. അഭിഷേകം നിന്റെ സ്ഥിതിയെ മാറ്റും. റമന ഷിയാന്തര ഹൽക്കര. യഹോവയുടെ വായിന്ന് പുറപ്പെടുന്നത് യഹോവയുടെ വചനമാകിയാൽ അത് അതിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങത്തില്ല. മുട്ടുമടക്കിക്കോ, അഭിഷേകത്തിന്റെ സ്ഥിതിയെ മാറ്റുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഉടംബരം വരഘട്ടം. അർത്ഥന വൈഡവ ലബലബ ഷിയാന്തര ഹൽക്കര അടമന ഗദനകൽക്കരം. ജോസ് തോമസ് അഭിഷിക്ത ലമന ഷിയാന്തര ദൈവദാസനെ ഉടബരധന ധനകൽ കരാതര. ഉടംബരം വരഘട്ടം. ഇന്ന് രാത്രി സ്വർഗം കാണുന്നു കേട്ടോ. എന്നോട് ഇങ്ങനെ പരിശുദ്ധാത്മാ പറയുന്നു, ആമൻ. നാലാമനല്ല, ഒന്നാമനായിട്ട് കർത്താവ് അവിടെ ഇറങ്ങി. രാജാവ് കണ്ടത് നാലാമനായിട്ടാ. 4ാമത് ഒരുത്തൻ നടക്കുന്നത്. ശബന ധനകൽക്കന. ചന്ദ്രക്ക് മേശക്ക് അഭേദ ഗോവിന്റെ കൂടെ 4ാമത് ഒരുത്തനെ കാണുന്നല്ലോ എന്ന്. ശമന ധനകൽക്കന. നമ്മൾ ഇങ്ങനെ പറയുന്നു, 4ാമനല്ല,
ഒന്നാമനായിട്ട് ഒന്നാമനായിട്ട് ഈ ദിവസങ്ങൾ വിശ്വസിച്ചു. ആമേൻ. വിശ്വാസത്തെ നിറവിനകത്ത് ഇങ്ങനെ ദൂത് പറയുന്നു കേട്ടോ. അടമനം ധനകൽക്കരം. ആമേൻ. വിശ്വാസത്തിന്റെ നിറവിനകത്ത് തമ്പുരാൻ ഇറങ്ങി വന്നു. ഉടമനം ധനകൽക്കരം ധരകൽക്കരം ധരകൽക്കരം. എന്നോട് ഇങ്ങനെ ദൈവാത്മാവ് ഇടപെടുന്നത്. ആമൻ. അബ്രഹാമും ഇസഹാക്കും ഒരുമിച്ച് നടന്നു. ആ ഇരുവരും ഒന്നിച്ച് നടന്നു. ഇരുവരും ഒന്നിച്ച് നടന്നു. നടപ്പൊന്നിച്ച അവർ രണ്ടുപേരും ഒന്നിച്ചു നടന്നു. ലമനം ധരകൽ കരം വരഘട്ടം ഉടമനം ഒന്നിച്ച് മല കയറി. ഒന്നിച്ചവര് സംസാരിച്ചു. ആമൻ. ഒരുവനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യാഗത്തിനുള്ള മൃഗം എവിടെ? ഉടമനം ധനകൽക്കരം തിരിച്ചു കൊടുത്ത മറുപടി, മകനെ യഹോവ കരുതിക്കൊള്ളും. യഹോവ പ്രത്യക്ഷപ്പെടും. അടംബരം വരഘട്ടം ഉടമനം. ആമേൻ. ഈ ദൂത് ഇത് പ്രവചിക്കുമ്പോ പരിശുദ്ധാത്മാ പറയാം. ആമേൻ. വിശ്വാസം. ഉടമനം ധനകൽക്കരം. ആമേൻ. ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണെന്നും ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു. വിശ്വസിച്ചിട്ട് എന്തായി? വിശ്വസിച്ചിട്ട് ഇറങ്ങിയിട്ട് എന്തായി? വിശ്വാസം. ലമന ധനകൽക്കര. ഈ ഒരു പേര് ഒരുപാട് കേട്ടതാണെന്ന് പരിശുദ്ധാത്മാവ് ആമേൻ അങ്ങനെ പറയാൻ പറയുന്നു. വിശ്വസിച്ചിട്ട് എന്തായി? വിശ്വാസം. എപ്പോഴും വിശ്വാസം. ഇത് മാത്രമേ കേൾക്കുന്നുള്ളല്ലോ എന്ന്. ഉടമനം ധനകൽക്കരം. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചിലത് പൂർത്തീകരണത്തിലേക്ക് വരാൻ പോകുകയാണ്. റമന ധനകൽക്കരാധന. ആമേൻ. വലിയൊരു പൂർത്തീകരണം ദൈവം ചെയ്യാൻ പോവാ. അടംബരം ധനകൽക്കരം. പാതി വഴി കിടക്കുന്നതും മുടങ്ങിക്കിടക്കുന്നതും ഉടമനം. ആമൻ. ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനില്ലാതെ മൗനമായിട്ടുള്ള വിഷയത്തിന്റെ മേൽ വിശ്വാസി എന്ന് പേര് വിളിച്ച് ആമൻ വിശ്വസിച്ചവൻ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടിയ ചില മേഖലകളിൽ ദൈവത്തിന്റെ മഹത്വം. അഭിഷിക്തനെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നു ഇന്ന് രാത്രി. വിശ്വസിച്ചു. വീണ്ടും പറയുന്നു, വിശ്വസിച്ചു. കൈവിട്ട് കളയണ്ട. വിശ്വസിച്ചു. കർത്താവിന്റെ കരുതൽ നിങ്ങൾക്ക് വേണ്ടി കാണുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ശമന ഹത്യ റബല ഉടമനം ധനകൽ കരം. 2016 കേട്ടോ. 2026 അത്ഭുതത്തിന്റെ വർഷമാ. ആ അത്ഭുതത്തിന്റെ വർഷമാ 2016 2026. യെസ്. 10 വർഷത്തിന്റെ ഇടയിൽ ഉടമന ധനകൽ കരാതര. 10 വർഷത്തിന്റെ ഇടയിൽ ആമേൻ. ദൈവം ചെയ്തതും ഇനി ചെയ്യുവാൻ പോകുന്നതും അറബാ ശബല ധരകൽ കരാതര. യെസ്. അങ്ങനെ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവ് ചിലതിനെ മേൽ സ്വർഗത്തിലെ ദൈവം ചിലതിനെ മേൽ ലക്ഷ്യമിട്ടിരിക്കുന്നു. ആമേൻ. അത് തികവുള്ളതാക്കി മാറ്റുമെന്ന് പറയാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ചന്ദ്രക്ക് മേശക്ക് അഭേദനകോ അവരുടെ നടുവിൽ ദൈവം ഇറങ്ങി. ദൈവ സാന്നിധ്യം ഇറങ്ങി ഒരത്ഭുതമാക്കി മാറ്റിയതുപോലെ നാലാമനല്ല ഒന്നാമനായിട്ട് ഇറങ്ങി ചില വിഷയത്തിന് മേൽ പരിഹാരം കൽപ്പിക്കുന്നു, ജയം കൽപ്പിക്കുന്നു എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് ആലോചന പറയുകയാണ്. യഹോവയുടെ വായിന്ന് പുറപ്പെടുന്നത് യഹോവയുടെ വചനമാകിയാൽ അതതിന്റെ പ്രവൃത്തിയത് മടങ്ങി വരത്തില്ല. അത് സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി വീണ്ടും ഉറപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മടങ്ങി വരാൻ. ആമേൻ. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് അഭിഷേകം സ്ഥിതിയെ മാറ്റും കേട്ടോ. രാത്രി വിശ്വസിച്ചോണം. അഭിഷേകം സ്ഥിതിയെ മാറ്റും. ദൈവ സാന്നിധ്യം സ്ഥിതിയെ മാറ്റും. യേശു മടങ്ങി വന്നപ്പോൾ അതിനകത്തിരുന്നവർ പറഞ്ഞൊരു വാക്കുണ്ട്. എന്തെന്നറിയാമോ? ഇവനാരാ? മറിയയുടെ മോനാ? ഇവനാരാ? യോസഫിന്റെ മോനാ? യൂദായും യാക്കോബിന്റെ ഒക്കെ ചേട്ടനല്ല ഇവൻ. അപ്പൊ അതിനപ്പുറം ഒരു അംഗീകാരം അവർക്ക് കൊടുക്കാനില്ല. അതിനപ്പുറം ഒന്നും പറയാനില്ല. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി ലോകം തരുന്നതല്ല. ഒന്ന് വിശ്വസിച്ച്. ലോകം തരുന്നതല്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന
ഈ ദൂതുകൾ പിടിച്ച് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ഉടമനം ആമൻ. ഇനി ആമൻ സമയം മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആമൻ എല്ലാവരോടും ആമേൻ ദൂത് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആമേൻ. സോണിയ സിസ്റ്ററെ ഇന്ന് രാത്രി വിശ്വസിച്ചോണം. സഹോദരി ഇന്ന് രാത്രി വിശ്വസിച്ചോണം. ഉടമനം ധനകൽക്കരം ആമൻ സ്തോത്രം. ലൈവിൽ വന്നിരിക്കുന്ന ആമൻ മുഖങ്ങളോട് ഞാൻ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം. ഇന്ന് രാത്രി വിശ്വസിച്ചോണം. സ്ഥിതിയെ മാറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവാകട്ടോ. സ്ഥിതിയെ മാറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. സ്ഥിതിയെ മാറ്റുന്നത് പരിശുദ്ധാത്മാവ് നിറവാ. ആമേൻ. സംഗീത സിസ്റ്ററെ ആമേ സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിച്ച് ഫാമിലിയുടെ പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. ആ പേരിൽ ജോയിൻ ചെയ്യുന്ന കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഞാൻ ദൂത് പറയുക. സ്ഥിതിയെ മാറ്റുന്നത് ആമേൻ. ആൽബർട്ടെ ആമേ സ്തോത്രം. ആമേ സ്ഥിതിയെ മാറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവാ. ആണയിട്ട് പറയാം, പരിശുദ്ധാത്മാവിന്റെ നിറവാ. ഇന്ന് രാത്രി ആമേൻ. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ശക്തമേറിയ ദൂതുകളാ വീട്ടിൽ ഞാൻ ആണയിട്ട് പറയുന്നു. ആമേൻ. നമ്മുടെ സ്ഥിതിയെ മാറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ആമേൻ സ്തോത്രം. യേശു ആമേൻ ആത്മാവിന്റെ നിറവിൽ ആമേൻ ഗലീല വിട്ടു. ആമേൻ. യോർദാൻ വിട്ടു മടങ്ങി ഗലീലയിലേക്ക് എത്തി. യെസ്, യേശു ആലയത്തിൽ ചെന്നു. ആമേൻ. ശുശ്രൂഷിപ്പാൻ ആമേൻ പുസ്തകം എടുത്തു വായിച്ചു. ആമേൻ. പൊതുവെ പറഞ്ഞൊരു കാര്യമാ. ആമേൻ. ഇവർ ഇന്നയാളുടെ മകനാ, ഇന്നയാളാ. പക്ഷെ ആ വാക്യം വായിച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നില്ലേ? അവിടെ അത്ഭുതം നടന്നു. ഇതുവരെ കാണാത്ത നിങ്ങൾക്കറിയാമോ? ആമേൻ. ശമന ഹത്യ റബല. ആമേൻ. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ നടക്കാത്ത അത്ഭുതം കണ്ടോ? ഉൽപ്പത്തി മുതൽ മലാക്കി വരെ നടക്കാത്ത അത്ഭുതം. ഓ റമന ഹത്യ റബല. ഞാനേ സ്തോത്രം. ആമേൻ. ഒരു വചനം. ആമേൻ. ഈ 90-ാം സങ്കീർത്തനം 16-ാം വാക്യം. 90-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. ആമേൻ. ഈ വാക്യത്തിന് ഒരു ഭയങ്കര പ്രത്യേകതയാണ്. ശ്രദ്ധിച്ച ഞാനും പറയാം. ആമേൻ. ഈ വാക്യത്തിന് എന്റെ ലൈഫിൽ ഈ വാക്യത്തിന് ഭയങ്കര പ്രത്യേകതയാണ്. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. ഞാന് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഒരു ഇറങ്ങിയ ടൈമാ. എന്റെ ചെറുപ്പമാ. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങി ശുശ്രൂഷയ്ക്ക് കയറി തുടങ്ങിയതേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ഇതുപോലെ 21 days ഫാസ്റ്റിംഗ് ആണ്. ഞാൻ 21 days ഫാസ്റ്റിംഗ് എടുത്തോണ്ടിരിക്കുമ്പോ ഈ ഉറങ്ങിപ്പോകാതിരിക്കാൻ എന്റെ ചെറിയ വീടിന്റെ കേറുന്ന ഹാളിൽ തന്നെ സെറ്റിയുണ്ട്. ഒരു ടി വി സ്റ്റാൻഡ് ഒക്കെ അതിരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ നന്നായിട്ട് കിടക്കത്തില്ല. കാരണം ബെഡേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോകും. അപ്പൊ സെറ്റിയിൽ ഇങ്ങനെ വളഞ്ഞ കിടക്കുന്നത്, ഇങ്ങനെ ചുരുണ്ട് സെറ്റിയെ കിടക്കുക. കാരണം ഉറക്കം ശരിയാകാതിരിക്കാൻ. കാരണം നന്നായിട്ട് കിടന്ന സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പൊ നല്ല ഉറക്കം കിട്ടാതിരിക്കാൻ ഫാസ്റ്റിംഗ് അല്ലേ, ഞാൻ ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ ചുരുണ്ടി കിടക്കാം. നല്ല ക്ഷീണമാണ്. ഞാൻ കിടക്കുമ്പോ രാത്രി അപ്പൊ എന്റെ ഈ ടി വി സ്റ്റാൻഡ് ഞാനിങ്ങനെ ബൈബിൾ വെച്ചു ഞാൻ സെറ്റ് ഇങ്ങനെ ചുരുണ്ടി കിടക്കുമ്പോ രാത്രി അർദ്ധരാത്രി നല്ല രാത്രിയുടെ ആമതി എന്നെ ഇങ്ങനെ തോളെ വന്ന് തട്ടിയിട്ട് എന്റെ ചെവി ഇങ്ങനെ മൃദുവായിട്ട് പറഞ്ഞു 90-ാം സങ്കീർത്തനം 16-ാം വാക്യം. എന്റെ ചെവി ഇങ്ങനെ പറയാം 90-ാം സങ്കീർത്തനം 16-ാം വാക്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് കേൾക്കുന്നുണ്ട്. കേട്ടിട്ട് ഞാൻ ഇങ്ങനെ സുഖമായിട്ട് വീണ്ടും ഇങ്ങനെ കിടക്കുന്നു. വീണ്ടും എന്നെ ഇങ്ങനെ തട്ടി എന്റെ തോളത്തിൽ തട്ടിയിട്ട് പറഞ്ഞു 90-ാം സങ്കീർത്തനം 16-ാം വാക്യം. അപ്പൊ ഇങ്ങോട്ട് കിടന്ന് ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്തു? കിടന്നിട്ട് വീണ്ടും ഷീറ്റ് വലിച്ചത് സുഖമായിട്ട് കിടന്നു. അപ്പോ ഒരടി ഈ തോളത്ത് കിട്ടി, ഒരടി ഈ തോളത്ത് കിട്ടി. 2 തോളത്തും തട്ടിയിട്ടാ പറഞ്ഞ 90-ാം സങ്കീർത്തനം 16-ാം വാക്യം. അപ്പോൾ ഞാൻ എഴുന്നേക്കില്ല. പിന്നത്തെ അടി എന്ന് പറയുന്നത് ഞാൻ ചെരിഞ്ഞായിരുന്നു. എന്റെ തുടക്കുള്ള ഒറ്റടിയായിരുന്നു. ആ അടിയിൽ ഞാൻ ഈ ഫോമിന്റെ സെറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ തുള്ളിപ്പോയി. ഒറ്റ അടിക്ക് ഞാൻ ഇങ്ങനെ തുള്ളിപ്പോയി. അടിച്ചിട്ട് പിന്നെ മൃദുവായിട്ടില്ല പറഞ്ഞേ, ഗാംഭീര്യമായ ശബ്ദത്തിൽ എന്റെ കാതുകൾ പൊട്ടിച്ചെതറിപ്പോകുന്ന ഒച്ചയ്ക്ക് 90-ാം സങ്കീർത്തനം 16-ാം വാക്യം. ഞാൻ ചാടി ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് ഞാൻ ബൈബിൾ എടുത്തു ഞാൻ കണവാക്കിയതാ. തന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും
അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. എനിക്ക് ഒന്നും മനസ്സിലാകില്ല, കാരണം ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങി സ്റ്റെപ്പ് വെച്ച് വരുന്നുള്ളൂ. ആമേൻ. അപ്പൊ പറയാ, നിന്റെ ദാസന്മാർക്ക് അവന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അവന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ആമേൻ. നേരം വെളുത്തില്ല, പല്ല് തേച്ച് കുളിച്ച് ഇട്ട ആമേൻ കണ്ട ഒരു ഉടുപ്പ് എടുത്തിട്ടോട് നേരെ ബസ് കയറി. ആമേൻ. 17 കിലോമീറ്റർ സഞ്ചരിക്കണം എന്റെ ആത്മീയ അപ്പന്റെ അടുത്ത് ചെന്നെങ്കിൽ. ആമേൻ. ഞാൻ നേരെ ഇറങ്ങി. അന്ന് എനിക്കൊരു സൈക്കിൾ പോലും ഇല്ല. ഞാൻ ജംഗ്ഷനിൽ വന്ന് ആമേൻ രാവിലെ തന്നെ 6:30 വണ്ടിയുണ്ട്. 6:30 വണ്ടിക്ക് ഞാൻ നേരെ കയറി ആമേൻ കളക്ടറേറ്റിന്റെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നടന്ന് ആമേൻ 7:15 ആയപ്പോഴത്തേക്ക് നേരെ എന്റെ പാസ്റ്റിന്റെ വീട്ടിൽ ചെന്നിട്ട് പോളിമേലെ നിൽക്കി. അപ്പൊ പാസ്റ്റ് രാവിലെ കണ്ടു രാവിലെ 7 ആയപ്പോഴത്തേക്ക് വീടിന്റെ വാതിൽ നിൽക്കുക. എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി തല്ലിയെന്ന് പറഞ്ഞു, ഇന്നലെ രാത്രി അടിയുണ്ടെന്ന് പറഞ്ഞു. ആരടിച്ചെന്ന് ചോദിച്ചു. തമ്പുരാൻ അടിച്ചേ. 90-ാം സംഘത്തിന് 16-ാം വാക്യം എന്നാന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. 9-ാം സംഘത്തിന് 16-ാം വാക്യം. കാരണം എനിക്ക് ഇതിന്റെ പൊരുള് കിട്ടണം. നേരെ അവിടെ ചെന്നു. അതെ, അന്ന് ഞാൻ പറഞ്ഞു, നിന്റെ ദാസന്മാർക്ക് അവന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് ഇതിന്റെ മഹത്വം വെളിപ്പെടുമാറുണ്ട്. ഒറ്റ ദൂതേ പറഞ്ഞു, നിന്റെ പിതാക്കന്മാർ ചെയ്തതല്ല ആമേൻ മക്കളെ കൊണ്ട് അതിലും അപ്പുറം ചെയ്യിക്കാൻ പോവാം. നിന്റെ അപ്പൻ ചെയ്തതല്ല ആമേൻ. ആമേൻ. പിതാക്കന്മാർ അവരുടെ പ്രവൃത്തി കണ്ടെങ്കിൽ മക്കൾ മഹത്വം കാണാൻ പോകാം. ഓ ആമേൻ. മോശ പറഞ്ഞു, ഞങ്ങൾ പ്രവൃത്തിയെ കണ്ടുള്ളൂ, പക്ഷെ പുറകെ ഒരുത്തം വരുന്നുണ്ട്, അവൻ മഹത്വം. എന്നോട് പറഞ്ഞ, നിന്റെ അപ്പൻ ചെയ്തതല്ല, അതിനും അപ്പുറമായി അപ്പന്റെ പുറകെ വന്ന നീ അടുത്തൊരു ജനറേഷനാ അപ്പൻ ചെയ്യാത്തത് നിന്നെ കൊണ്ട് ജയിക്കുന്നു പറഞ്ഞു. അപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി, നമ്മുടെ മേൽ പുതപ്പ് വീഴാൻ പോവുക. ഇന്ന് രാത്രി ഇതിനകത്ത് നിന്നുകൊണ്ട് ഞാനൊരു ദൂത് പറയുക. എന്താണെന്നറിയുമോ? ഉൽപ്പത്തി മുതൽ മലാക്കി വരെ മോശയും പറഞ്ഞു, കർത്താവേ ഞങ്ങൾ പ്രവൃത്തിയാകണ്ടേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചെങ്കടൽ വറ്റുന്നതും അല്ലേ, ആമേൻ, മന്ന വീഴുന്നതും ഇതെല്ലാം ഞങ്ങൾ ദൈവം കണ്ട പ്രവൃത്തി കണ്ട. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞങ്ങൾ ഇങ്ങനെ ഈ പ്രവർത്തികളെ കണ്ടു വന്നവരാ. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഒരുത്തം വരുന്നുണ്ട് അല്ലെ, പുറകെ വരുന്ന അടുത്തൊരു ജനറേഷൻ വരുന്നുണ്ട്. അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ മഹത്വം വെളിപ്പെടുത്തുന്നവരാ. ആമേൻ. സ്തോത്രം. അപ്പോ ആമേൻ, ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കാൻ പോവുക. ശമന ഹദിയ. ആമേൻ. ഈ പുസ്തകം ഉൽപ്പത്തി മുതൽ ആമേൻ മലാക്കി വരെ മഹത്വം കണ്ടില്ല, മഹത്വം വെളിപ്പെടുത്തില്ല. പക്ഷേ സുവിശേഷത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ആമേൻ, സ്തോത്രം, ആത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അല്ലേ, ഓ ആമേൻ, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ ധനകൽക്കരാതര. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇതൊക്കെ പറയുമ്പോ ഞാനും നിങ്ങളെ പോലെ ഒരാളാ, നിങ്ങളിൽ ഒരാളാണ് ഞാൻ. നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് രാത്രി ശുശ്രൂഷ ചെയ്യുന്നത്, മറക്കല്ലേ. ആമേൻ. എത്രയ്ക്ക് ഞാൻ അങ്ങനെ പറയുമ്പോ എത്രയ്ക്ക് സന്തോഷമുണ്ട്. ആമേൻ. വിനോദ് ബ്രദറെ, നിങ്ങളെപ്പോലെ തന്നെയാ ഞാനും. ആമേൻ. നിങ്ങളിൽ ഒരാളാ ഞാൻ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. ആമേൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആർക്കും വലിയ പ്രത്യേകത ഒന്നുമില്ല. നിങ്ങൾ എത്രമാത്രം ഓടാൻ ഇച്ഛിക്കുന്നോ അതുപോലെ ഓടാൻ ആഗ്രഹിക്കുന്ന ഒരാളാ ഞാൻ. എത്രമാത്രം ദൈവത്തോട് ചേർന്നേക്കാമോ അതുപോലെ ചേർന്നേക്കാൻ ഞാനും ആഗ്രഹിക്കുക. എത്രമാത്രം ജീവിത വിശുദ്ധിയും ദൈവകൃപയിലും പിടിച്ചു നിൽക്കാമോ അതുപോലെ ഞാനും ശ്രമിച്ചോണ്ട് നിൽക്കുക. നിങ്ങളിൽ ഒരാളാ ഞാൻ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് വചനം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാവുന്ന. ആമേൻ. ഊതി പിടികിട്ടുന്നുണ്ടോ? ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചാ പ്രാപിക്കുന്നത്. എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടം. അതാണ് ശരി, അതാണ് സത്യം. ഇന്ന് രാത്രി ആമേൻ. അപ്പോ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ആമേൻ, പുറകെ വരുന്നുണ്ട്. ആമേൻ. നിങ്ങളുടെ പിന്നാലെ പുറകെ വരുന്നുണ്ട്. അഭിഷേകമുള്ളവർ എഴുന്നേക്കാൻ പോവാ, അഭിഷേകമുള്ളവർ പുറകെ വരാൻ പോവാ. ആമേൻ. സ്തോത്രം. മോശ പറഞ്ഞു, ഞങ്ങൾ കണ്ടതിതാ, പുറകെ വരാൻ പോവാന്ന് പറഞ്ഞു. അപ്പോ ആമേൻ, സ്തോത്രം, ഒന്നും നോക്കാതെ, ആമേൻ, സ്തോത്രം, ആത്മാവിന്റെ അഭിഷേകം, എന്താ പറഞ്ഞു, വചനത്തിന്റെ മേൽ
വചനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവ സാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ അത് അത്ഭുതമായി, അല്ലെ? അതങ്ങോട്ട് അത്ഭുതമായി. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച്, അതാ ഞാൻ പറഞ്ഞേ, ആമേ സ്തോത്രം. ഞാനിപ്പം ഞാൻ നിങ്ങളോട് അത് പറയണേ ഞാൻ വന്നേ. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിന്റെ അടുത്ത ലെവലിന് വേണ്ടി കൊതിക്കാം, അല്ലെ? അടുത്ത പരിശുദ്ധാത്മാവിന്റെ പ്ലാറ്റ്ഫോമിന് വേണ്ടി നമുക്ക് കൊതിക്കാം. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവ് അടുത്ത ലെവലിൽ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഒരുമിച്ച് ഇങ്ങനെ കിടക്കുകയല്ലേ അത്ഭുതങ്ങൾ, കിടക്കുകയല്ലേ വയല്, കിടക്കുകയല്ലേ ശുശ്രൂഷകൾ, കിടക്കുകയല്ലേ പിടിച്ച കിട്ടാത്ത നിലവാരത്തിൽ കിടക്കുകയല്ലേ. ആർക്കറിയാം ഇതിന്റെ അന്തം എന്താണ്, അല്ലെ? അന്ത്യം എന്താണ് ആർക്കറിയാം? ചിന്തിക്കാൻ പറ്റുമോ? ദ നെയിം ഓഫ് ജീസസ്. റമന ഹത്തിയ റബല. ആമേൻ. ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞേ, അല്ലെ? കാനാവിലെ കല്യാണ വീട് നമ്മൾ പറഞ്ഞ ആമേ, 3-ാം നാൾ, അല്ലേ? അത് പറഞ്ഞ തൊട്ടുവിടുക. 3-ാം നാൾ കണ്ടോ, 3-ാം നാൾ കല്യാണ വീട്ടിലെത്തി. എവിടുന്നാ? ആമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മരുഭൂമി വിട്ടു, അല്ലെ? ഗലീലയിൽ തിരിച്ചെത്തി. 3-ാം നാൾ കല്യാണ വീട്ടിൽ ചെന്നു. ആമേ, ഇതൊക്കെ ഭയങ്കര ദൂതും മർമ്മങ്ങളുമാ. മോശ തമ്പുരാൻ ഇട്ടുകൊടുത്തതും 20 ലക്ഷം പേരിലധികം പേര് പെരുകി, അല്ലെ? തമ്പുരാൻ ഇട്ടുകൊടുത്തത് മരുഭൂമിയിൽ 20 ലക്ഷം പേര് പെരുകി. അതിന്റെ മുകളിൽ ആൾക്കാർ പെരുകി. പക്ഷേ ആത്മാവിന്റെ തീ വീണ് കഴിഞ്ഞപ്പോ, അല്ലെ? ആത്മാവിന്റെ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോ എന്താ ചെയ്തേ? കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ബക്കോളം നിറച്ചോളാൻ പറഞ്ഞു, അല്ലെ? ബക്കോളം നിറച്ചോളാൻ പറഞ്ഞു. കേട്ടോ, നമ്മൾ എൻഡിങ് വരിക, മെസ്സേജിന്റെ എൻഡിങ്ങിൽ എത്തുക. ഈ സമയമില്ല. ബക്കോളം നിറച്ചോളാൻ പറഞ്ഞു. 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, പിതാക്കന്മാർക്ക് അവന്റെ പ്രവൃത്തിയും മക്കൾക്ക് അവന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. തീ വീണ അഭിഷിക്തൻ, തീ വീണ കർത്താവ്, അതെ യേശു. ആത്മാവിന്റെ തീ വീണ യേശു 3-ാമത്തെ ദിവസം പച്ച വെള്ളം കയ്യിലെടുത്തിട്ട് അതിനെ വീഞ്ഞാക്കി മാറ്റി കാനാവിലെ കല്യാണ വീട്ടിൽ തന്റെ മഹത്വം കണ്ടോ, എന്ത് വെളിപ്പെടുത്തി? മഹത്വം വെളിപ്പെടുത്തി. ആമേൻ. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, പിതാക്കന്മാർക്ക് അവന്റെ പ്രവൃത്തിയും അവിടെ മക്കൾക്ക് മഹത്വം വെളിപ്പെടട്ടെ. ആമേൻ. തമ്പുരാൻ ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ അവിടെ മഹത്വമായി മാറി. ഇന്ന് രാത്രി ഞാൻ ശക്തമായി പറയാം, മഹത്വമായി മാറിയത് എപ്പോഴാണെന്നറിയാം? എപ്പോഴാണ് മഹത്വമായി മാറിയത്? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പെടാം. ആണേ, അതെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പെടാം. ഓ, ഉടമന ധനകൽക്കരാതര മനോജ് വസ്ത്രേ, അഭിഷേകം അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ. അഭിഷേകം അത്ഭുതങ്ങൾ ചെയ്യും. അഭിഷിക്തനെ ലമന ഹത്യ റബല ഉടമന. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്, മുമ്പന്മാർ പലതും പിമ്പന്മാർ പലതും മുൻപന്മാരുമാകുന്ന ഒരു അസാധാരണ കാലഘട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചുവടുകൾ ഉറപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി സഭയോടും അഭിഷിക്തനോടും പറയുന്നു, ആമേൻ. തമ്പുരാൻ പകർന്നിരിക്കുന്ന ഈ അഭിഷേകം സഭയുടെയും ശുശ്രൂഷകളുടെയും തലങ്ങളെ ദൈവാത്മാവ് മാറ്റാൻ പോകുകയാണ്. ഉടമന ധനകൽക്കരം തരം ധരകൽക്കരം. ചില ബൗണ്ടറികൾ പൊളിഞ്ഞ് അസാധാരണമായ വിശാലത ദൈവാത്മാവ് ദൈവസഭയ്ക്കകത്ത് കൽപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഉടമന ധനകൽക്കരാതര
ഉടമന എന്നോട് ഇങ്ങനെ ദൈവാത്മാ പറയുന്നു, സഭയിൽ വിശ്വസ്തരും ഇപ്പോൾ സഭയിലുള്ള വിശ്വസ്തരെ കൂടാതെ, ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, ഇപ്പോൾ സഭയിലുള്ള വിശ്വസ്തരെ കൂടാതെ ചില വിശ്വസ്തരെയും കൂടെ സഭയ്ക്കകത്തേക്ക് ദൈവാത്മാവ് ജോയിൻ ചെയ്യിപ്പിക്കാൻ പോവാം. ഇപ്പോൾ അഭിഷിക്ത ദൈവസഭയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങളെ കൂടാതെ ഉടമ്പര ധരകൽക്കരാതര ചില വിശ്വസ്തന്മാരെ, ചില വിശ്വസ്ത കുടുംബങ്ങളെ ദൈവസഭയിലേക്ക് കൂട്ടിച്ചേർത്ത് ഒരു വലിയ പദ്ധതി, ഒരു വലിയ പണി, ഈ കല്ലോട് കല്ല് ചേർത്ത് വെച്ച് പണിതെടുക്കുന്നത് പോലെ റമന ഹത്യ റബല വലിയൊരു ദൈവ പ്രവർത്തി ദൈവസഭയ്ക്കകത്ത് ചെയ്തെടുക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു കേട്ടോ. ലപ ശപല ദരകൽ കരം വരം വരഘട്ടം വരഘട്ടം ധീരം ധിരാകരം അർച്ചനാ വേദിക ശാന്തര ഉടമ്പര ധീര പ്രൗഢം അനഗതന കൽക്കരം. യെസ്, യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. അഡ്രസ്സുകൾ മാറ്റം വന്നു, അഡ്രസ്സുകൾക്ക് മാറ്റം വരുത്തി. പുതിയ ചില അഡ്രസ്സുകൾ ക്രമീകരിക്കപ്പെടാമോ? എനിക്കറിയത്തില്ല, എന്തോ ചില അഡ്രസ്സുകളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ശമന ധനകൽക്കരം വരം വരം വരഘട്ടം പുതിയ അഡ്രസ് തരും എന്ന് പറയാൻ പറ്റും. പുതിയ അഡ്രസ് എന്നാന്ന് എനിക്കറിയത്തില്ല, അത് പരിശുദ്ധാത്മാവ് അറിയുന്നല്ലോ. കർത്താവ് പറഞ്ഞു പുതിയ ചില നിയോഗങ്ങൾ വീഴാൻ പോവാം. പുതിയ ചില അഡ്രസ്സുകളിലേക്ക് ദൈവാത്മാവ് വിരൽ ചൂണ്ടുന്നു. ചൂണ്ടുപലക ലമഹത്യ റബല ശമന ധനകൽ കരം വരം വരഘട്ടം ഉടമ്മനം വരമനം മനമനം നിരം നിരം നിരഘട്ടം കരഘട്ടം. ഭാരപ്പെടേണ്ടെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് പറയും. ഭാരപ്പെടണ്ട എന്ന് പറയാൻ പരിശുദ്ധാത്മാ പറയുന്നു. കൂടെ ഇരിക്കുമെന്ന് പറയാൻ പരിശുദ്ധാത്മാ പറയുന്നു. ഉടമ്പലം ധരകൽക്കരം ദൈവത്തിന്റെ കരം കൂടെ ഉണ്ട്, എന്റെ കരം ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടെന്ന് പറയാൻ പറയുന്നു. ലപ്പര ഷീയാന്തര ഹൽക്കരം ഉടമനം ഉടമ്പരം ധീരഘട്ടം ബലപ്പെടുത്തുമെന്ന് പറയാൻ പറയുന്നു. ശമനം ധരകൽ കരം വരഘട്ടം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടുന്നല്ലോ. ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടുന്നല്ലോ. ചില അത്ഭുതങ്ങൾ യെസ്, ദൈവസഭയിൽ ചില മിറക്കിളുകൾ നടക്കട്ടെ, ചില അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അടബല ധരകൽക്കരാതര ആമേൻ ആമേൻ. നിയോഗപ്രകാരം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. യെസ്, ചില കൈമാറ്റങ്ങളും ആമേൻ. ഒരു കൂട്ടത്തിനകത്ത് ഒരു പ്രത്യേക കൂട്ടം നിങ്ങൾ കൂടാൻ പോവാം. റപ്പല ഷിയാന്തര ഹൽക്കരം പ്രത്യേക ഒരു കൂട്ടം. ആ കൂട്ടത്തിനകത്ത് ഈ എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, മാളിക മുറിക്കകത്ത് 120 ഒരുമിച്ച് കൂടിയിരുന്നു. അങ്ങനെ കൂടിയിരുന്ന ഒരു കൂട്ടായ്മ. യെസ്, അതിനകത്ത് വെളിപ്പെടുന്ന ദൈവശക്തി. ലവഷിയാന്തര അതിനകത്ത് വെളിപ്പെടുന്ന അഭിഷേകം, അതിനകത്ത് വെളിപ്പെടുന്ന ചില വിവിധ തലങ്ങൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ചില 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 തുടക്കങ്ങൾ ദൈവാത്മാവ് വിടുക. യെസ്, ചില ചെയ്യാൻ പോവാ. ഒരു ഉണർവിന്റെ ഭയങ്കര തുടക്കം. ഷാപ്പാല തരബല ഷിയാന്തര ഹൽക്കര ലവ ആമേൻ ആമേൻ ആമേൻ. അതിനകത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. പിടിച്ചെടുത്തു എന്ന് പറയാൻ പറയുന്നു. യെസ്, അങ്ങനെയുള്ള കൂടിയിരുന്നുള്ള പ്രാർത്ഥനയും ചില തലങ്ങൾ പ്രത്യേക കൂട്ടമാണ്. ഒരു പ്രത്യേക കൂട്ടം കാണിക്കുന്നു, ഒരു പ്രത്യേക കൂട്ടം. അതിനകത്ത് നിങ്ങൾ പണിതെടുക്കും. അതിനകത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. ശമന ഹത്യ റബല ഉടമനം ധനകൽക്കരം. യെസ്, ഈ പ്രാർത്ഥിച്ചു. ഞാൻ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാനത് വെളിപ്പാടിൽ കാണുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാനത് വെളിപ്പാടിൽ കാണുന്നു. ഉടമനം വട്ടം കൂടി ഒരു സമ്മേളനം പോലെ. യെസ്, യെസ്, ഭയങ്കര ആളല്ല. ഈ നിറയാനും പങ്കിടാനും പ്രാപിക്കാനും പറ്റിയ ചിലതിനെ കൂടിയിരുന്ന് അങ്ങനെ ഒരു കൂട്ടം. അതിനകത്ത് ഒരു പ്രത്യേക സെക്ഷനാ. അതിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി. അതിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ.
ഉടമന ധനകൽക്കരം. കർത്താവേ, അങ്ങനെ ചില പദ്ധതികൾ ദൈവാത്മാവ് ഒരുക്കുന്നതിനായി സ്തോത്രം. ചില അത്ഭുതങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. യെസ്, അതൊരു ഭയങ്കര തുടക്കമായിരിക്കും. ഒരു ഉണർവിന് തുടക്കമായിരിക്കും. ഒരു ഉണർവിന് തുടക്കമായിരിക്കും. ഒരു ഉണർവിന് തുടക്കമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചില മേഖല കർത്താവ് ഓപ്പൺ ആക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ആമേൻ, ഏൽപ്പിക്കുക. അഭിഷിക്തനെ സഭയെല്ലാം ഏൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ യഹോവയുടെ വായിന്ന് പുറപ്പെടുന്ന യഹോവയുടെ വചനമാണ്. അതല്ലേ പ്രവർത്തിക്കാതെ മടങ്ങി വരത്തില്ലല്ലോ. പറഞ്ഞത് കർത്താവാ. സ്വർഗമേൻ ആമേൻ പറയുന്നതായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ, 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 ഹല്ലേലൂയ, ആമേൻ. ആമേൻ. എനിക്ക് തോന്നുന്നത് ഈ ഇരിപ്പിരുന്ന നിങ്ങളും ഇരിക്കുന്നു തോന്നുന്നു. ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളും എഴുന്നേൽക്കുന്ന ലക്ഷണമില്ല, നിങ്ങളും ഇരിക്കുന്നു തോന്നുന്നു. ആമേൻ, സ്തോത്രം. എങ്കിലും ആമേൻ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആമേൻ. ഇന്ന് സ്വർഗത്തിലെ ദൈവം തന്ന ഒരു ദൈവിക ദൂത് ഒറ്റ വാക്കി ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അഭിഷേകം തലത്തെ മാറ്റും. അഭിഷേകം, ദൈവ സാന്നിധ്യം, അഭിഷേകം നമ്മുടെ തലത്തെ മാറ്റും. ആർക്കും ഇല്ലെന്നേ സഭയെ, എന്നോടും പരിശുദ്ധാത്മാവ് പറയുന്നു, സഭയോട് നിങ്ങളോടും പറയുന്നു. സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ ആരെ കൊണ്ട് തടയാൻ പറ്റും? ആരെ കൊണ്ട് തടയാൻ പറ്റും? ആരെ കൊണ്ട് തടയാൻ പറ്റും? ആർക്ക് തടഞ്ഞു നിർത്താൻ പറ്റും? ആർക്ക് തടഞ്ഞു നിർത്താൻ പറ്റും? ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ, ആ സാന്നിധ്യത്തിന് കീഴ്പ്പെട്ടു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ധാരാളം ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, 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 അനുഗ്രഹിക്കട്ടെ. God bless you. അവസരം ഒരുക്കി തന്ന ആമേൻ ദൈവദാസന്മാരോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്താൽ മതി. കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ച പാസ്റ്റർമാരെ എല്ലാം ഓർത്ത് സ്തോത്രം എന്ന് പറയുമ്പോൾ ആ കൂടെ ഞാനും ഉണ്ടാവും. ആമേൻ, സ്തോത്രം. ആമേൻ. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. God bless you. God bless you. Amen. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ആമേൻ പിന്നെയും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കേൾപ്പിച്ച ദൂതിനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ദൈവദാസനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് കേൾപ്പിച്ച ദൂത് ദൈവസഭയ്ക്ക് അനുഗ്രഹമാകുവാൻ തക്കവിധം, ആമേൻ സ്തോത്രം, അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുവാൻ തക്കവിധം സ്വർഗം ഇറങ്ങി വന്ന് ആമേൻ സ്തോത്രം അത്ഭുതം ചെയ്യുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കേൾപ്പിച്ച ദൂത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവദാസനും അനുഗ്രഹമാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ചലിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ചേച്ചി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അപ്പ നന്ദിയോട് നന്ദിയോട് അങ്ങ് സ്തുതിക്കുന്നപ്പച്ച. സ്വോത്രം ചെയ്യുന്നു. സ്വോത്രം 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 അപ്പച്ചനെ. അവിടുത്തെ പൊന്ന് പാദപീഠത്തിൽ അടിയങ്ങൾക്ക് ആയിരിക്കാനും എന്റെ കർത്താവിന്റെ തിരുവചനം അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പ ഇന്ന് രാത്രി കർത്താവെ കൃത്യമായി എന്റെ കർത്താവ് ഞങ്ങളോട് ഇടപെട്ട അവിടുത്തെ മഹാദേവിക്കായി അപ്പ നന്ദിയോട് നന്ദിയോടെ സ്തുതിക്കുന്നപ്പച്ച. സ്വോത്രം അപ്പ. സ്വോത്രം സ്വോത്രം സ്വോത്രം. എന്റെ കർത്താവിന്റെ പ്ലാനും പദ്ധതിയും അപ്പ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും അപ്പൻ ഞങ്ങളോട് അറിയിച്ചല്ലോ നാഥനെ. ഹല്ലേലൂയ. അവിടുത്തെ തിരിക്കുന്നതിന് കർത്താവച്ചനെ ഞങ്ങൾ ഒരുമിച്ച് ആമേൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന നാഥനെ. സ്തോത്രം. എന്റെ കർത്താവ് ഇത്രത്തോളം ഇത്രത്തോളം ഞങ്ങളെ കാണുക, ഇത്രത്തോളം ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിപ്പാൻ അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം തന്ന കർത്താവെ ഹല്ലേലൂയ അടികളെ താങ്ങുവാൻ തക്കവണ്ണം അപ്പ. ഹല്ലേലൂയ. എന്റെ കർത്താവ് അടികളോട് മനസ്സലിഞ്ഞ ഹല്ലേലൂയ അടികളെ തൊടുവാൻ തക്കവണ്ണം അപ്പോ. നീ ഞങ്ങളെ സ്നേഹിക്കുന്ന, നീ ഞങ്ങളെ കരുതുന്ന അവിടുത്തെ സകല വിധങ്ങൾക്കുമായി അപ്പ നന്ദിയോടെ 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 സ്തുതിക്കുന്നപ്പ. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ കർത്താവച്ചൻ ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപയ്ക്കായി നന്ദിയപ്പ. നന്ദി 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 അപ്പാ. നിങ്ങളായിരിക്കുന്ന ഈ ദേശത്തെ എന്റെ കർത്താവ് കാത്തു സൂക്ഷിച്ച കൃപയ്ക്കായി നന്ദിയപ്പ. നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. അനർത്ഥം വ്യസന കാരണമാകാതെ വണ്ണം അപ്പച്ചനെ. ഹല്ലേലൂയ. അവിടുത്തെ വിസ്താരമേറിയ
വിലയേറിയ ചിറകിന്റെ മറവിൽ സഭയ കുടുംബത്തെ ഹല്ലേലൂയ എന്റെ കർത്താവ് പരിപാലിച്ച് നടത്തുന്ന സകല വിധങ്ങൾക്കുമായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നപ്പ. സ്വോത്രം അപ്പ, സ്വോത്രം അപ്പ. കാരാഗ്രഹത്തിൽ കർത്താവെ അഗ്നിയുടെ മധ്യേ ഹല്ലേലൂയ ഒക്കെയും അവിടുത്തെ ഭക്തന്മാർ എന്റെ കർത്താവിനെ പാടി ആരാധിച്ചതുപോലെ അപ്പാടികളുടെ ഇടം പോലും കർത്താവെ ഹല്ലേലൂയ ഭീതിപ്പെടുത്തുന്ന കർത്താവെ സാഹചര്യത്തിന്റെ മധ്യേയും കർത്താവെ ഗോശൻ ദേശത്തെ അങ്ങ് പരിപാലിച്ചതുപോലെ അങ്ങയുടെ മക്കളെ ഹല്ലേലൂയ ഈ ദേശത്തിന്റെ കർത്താവ് പരിപാലിക്കുന്ന ഹല്ലേലൂയ. സങ്കടപ്പെട്ടു പോകാതെ വേണം, ഭ്രമിച്ചു പോകാതെ വേണം. ദിനം പ്രതി വചനം അയച്ചു തന്ന ഹല്ലേലൂയ വചനമായവനെ, പരിശുദ്ധനെ, പരിശുദ്ധാത്മാവേ, ജീവൻ വെപ്പിക്കുന്നവരെ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളുടെ മഞ്ചം തൊട്ട് ഹല്ലേലൂയ നിൽപ്പാൻ കൽപ്പിച്ച ഹല്ലേലൂയ ഞങ്ങളുടെ സകല കൺട്രോളും ഏറ്റെടുത്ത ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായി ഹല്ലേലൂയ ഞങ്ങളിൽ പ്രത്യാശ വർദ്ധിപ്പിച്ച് തന്ന് തിരുഹിത പ്രകാരം തന്നെ ഹല്ലേലൂയ ലൈറ്റ് ഹൗസ് റിവൈവൽ ചർച്ചിനെ ദേശത്ത് നിർത്തുന്ന കൃപയ്ക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് അഡ്രസ് മാറ്റുമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ തന്നെ അതേ നാമത്തിൽ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന അഡ്രസ്സിൽ തന്നെ അടിയങ്ങൾ അറിയപ്പെടാൻ തക്കവണ്ണം ഹല്ലേലൂയ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടതുപോലെ തന്നെയപ്പോ ഞങ്ങൾ കീഴെ വേരൂന്നി തിരുവചനത്തിൽ വേരൂന്നി ഹല്ലേലൂയ മേലെ ഫലം കായ്പാൻ അടിയങ്ങളുടെ പ്രവൃത്തി കർത്താവിന്റെ ഫലം തന്നെ ആയിരിക്കാൻ തക്കവണ്ണം അപ്പ ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് കൽപ്പിച്ച സകല ഹല്ലേലൂയ അവിടുത്തെ വചനത്തിന്റെ മുൻപിലും കർത്താവേ അങ്ങ് തന്ന സകല ദൂതിന്റെ മുൻപിലും സഭയ കുടുംബത്തെ അടിങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായും കുടുംബമായി സഭയ കുടുംബത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടുത്തെ വചനം കർത്താവേ അത് പ്രവൃത്തി ചെയ്യാതെ മടങ്ങുകയില്ല. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേട്ടത് സകലതും അപ്പാ ഹല്ലേലൂയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മ നിറവിനാൽ തന്നെ അപ്പന്റെ ഹിതപ്രകാരം മുന്നേറുവാൻ പൂർണ്ണമായി അപ്പന്റെ കരങ്ങൾ താഴ്ത്തി പരമേൽപ്പിക്കുന്ന ഞങ്ങൾക്കായി നീട്ടിയ കൃപയ്ക്കായി സ്തോത്രം. നീ മനസ്സലിഞ്ഞ കൃപയ്ക്കായി നന്ദിയപ്പ. അങ്ങ് മനസ്സലിഞ്ഞ് ഞങ്ങളെ തൊട്ട കൃപയ്ക്കായി നന്ദിയപ്പ. ഞങ്ങളെ ഉറപ്പിക്കുമോ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി നന്ദിയപ്പ. ഹല്ലേലൂയ ഇന്ന് രാത്രി തിരുവചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെ കുടുംബത്തെയും അപ്പ ഹല്ലേലൂയ സമ്പൂർണ്ണമായി അപ്പന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചു ഉറച്ച വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അത് ഏറ്റെടുത്ത് ആമേൻ പറയുന്ന പൊന്നു പാദപീഠത്തിൽ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്ന ഉപവാസ പ്രാർത്ഥന ഹല്ലേലൂയ അനുഗ്രഹിച്ച് നിറച്ചു നടത്തുന്ന കൃപയ്ക്കായി നന്ദി. പരിശുദ്ധനെ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ പുതിയ തലത്തിലേക്ക് ഞങ്ങളെ എടുത്തുയർത്തുമെന്ന് കൽപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ അതിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഹല്ലേലൂയ പൂർണ്ണമായി നിറഞ്ഞു കവിയുമാണ് നല്ല പാത്രങ്ങളായ അപ്പന്റെ സന്നിധിയിൽ നിവർന്നിരിപ്പാൻ ഹല്ലേലൂയ നിറഞ്ഞു കവിയുമാറപ്പ നല്ല പാത്രങ്ങളായി തന്നെ നിവർന്നിരിപ്പാൻ തക്കവണ്ണം പൂർണ്ണമായി നിറഞ്ഞു കവിയുമാറപ്പ ഹല്ലേലൂയ ചൊവ്വേ നേരെ അപ്പന്റെ സന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറച്ചാട്ടെ പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നപ്പ വചനം ശുശ്രൂഷിച്ച അവിടുത്തെ ഹല്ലേലൂയ ശ്രേഷ്ഠദാസനായി സ്തോത്രം ചെയ്തു. ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങളോട് അവിടുത്തെ ആലോചന അറിയിച്ച സകല ശ്രേഷ്ഠ ഭക്തന്മാർക്കുമായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അഭിഷിക്തനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സന്നിധിയിൽ മുട്ടുമടങ്ങിയിരിക്കുന്ന സകല കുടുംബങ്ങൾക്കുമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ ഏറ്റവും ശോഭിപ്പാൻ ഹല്ലേലൂയ അപ്പം തന്നത് തക്ക സമയത്ത് പെറുക്കിയെടുക്കുവാൻ ഹല്ലേലൂയ തിരുഹിത പ്രകാരം തന്നെ വ്യാപാരം ചെയ്യുവാൻ അപ്പന്റെ കാര്യങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇത്രത്തോളം അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദിയപ്പ. ഹല്ലേലൂയ സകല ജയത്തിനുമായി നന്ദിയപ്പ, സകല കൃപയ്ക്കുമായി നന്ദിയപ്പ. സ്തോത്രം അവിടുത്തെ സന്നിധിയിൽ തോണിരിക്കട്ടെ അപ്പ. തൃക്കര ഞങ്ങളുടെ മേൽ വെക്കണമേ അപ്പ. ഹല്ലേലൂയ തിരുകൃപയിൽ നിറയ്ക്കണം, സ്വർഗീയ ദർശനത്താൽ നിറയ്ക്കണം അപ്പ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. സ്തോത്രം പരിശുദ്ധാത്മ നിറവ് ദിവസങ്ങളിൽ അപ്പ പൈതങ്ങളുടെ മേൽ അയക്കുന്ന
കൃപയ്ക്കായി നന്ദിയപ്പ, നന്ദി നന്ദി നന്ദി. അപ്പൊ the year of testimony അപ്പ അടികൾ സകല കുഞ്ഞുങ്ങൾ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയട്ടപ്പ. ദർശനം പ്രാപിച്ച കുഞ്ഞുങ്ങളായി മുന്നേറുവാൻ തക്കവണ്ണം മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അല്പസമയത്തെ സന്നിധിയിലായിരിക്കട്ടെ. തിരുസ്ഥാനത്തിൽ കൂടെ ഇരിക്കണം അപ്പ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ, സ്തോത്രം. സകല മാനവും സകല മഹത്വവും അങ്ങേക്ക് തന്നെ അപ്പച്ചോ. സാലതും കാൽവരി ക്രൂശിന് വേണ്ടിയാകുമായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നേരം അൺമ്യൂട്ട് ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ആത്മാവിനാൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ പോരാതെ നിറയട്ടെ. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിനെ മഹത്വം കാണട്ടെ. പിതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് മക്കൾ മഹത്വം കാണട്ടെ. മക്കളെ കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. തലമുറയെ കെട്ടികൾ അഴിയട്ടെ. അവൻ നെറ്റ്വർക്ക്, അവൻ ഇന്റർനെറ്റ്, അവൻ വലിയ വീഡിയോ ഗെയിം യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. ആത്മാവിന്റെ ശക്തി മാറ്റട്ടെ. അഭിഷേക ശക്തി വലിയ കൊടിയ കാറ്റടിക്കുക. ഒരു വിഷക്കാറ്റ് നീങ്ങി പോകണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഭൂമി വെളിപ്പെടാൻ ഇവിടെ ഇരിക്കുന്നവരുടെ കുറി അവൻ സ്വന്തം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ആത്മാവ് കത്തട്ടെ. അകത്ത മനുഷ്യ കത്തട്ടെ കത്തട്ടെ. സാധ്യാരാധനയ്ക്ക് തടസ്സമില്ലത്, സാധ്യാരാധനയ്ക്ക് വീരകടിയായത്, സാധ്യാരാധനയെ പുറമോട്ട് വലിച്ചത് യേശുവിന്റെ നാമത്തിൽ വിടുവോ.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. മഹത്വം കാണും, മഹത്വം നാളെയായി ഭേദത്തില്ല, അത്ഭുതമായി മാറും. ചുമക്കും പ്രവേശിക്കും. മഹത്വത്തിന്റെ ക്യാരിയേഴ്സ് ദൈവം സഭയിൽ ഇറങ്ങട്ടെ. ശബ്ദക്കാവമന ചിലതിനോട് ഏകത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ദൈവം നമുക്ക് അനുകൂലമാ. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. Jesus name. ചങ്ങലകൾ കൂട്ടുന്നത് കാണുക. ചങ്ങലത്തിന്റെ കൂടിയത് ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയിൽ അഴിയട്ടെ. മറിക്കസി ഒഴിയട്ടെ. ഓ ദുഃഖം പൊട്ടട്ടെ, പകരട്ടെ. കവറുകളെ അരച്ചു കഴിഞ്ഞ എന്റെ നാഥന് എന്റെ യജമാനന് ഇതിന് ആവശ്യമുണ്ട്. Yes. Oh, hallelujah. Oh, Jesus, mighty God. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. സ്തോത്രം. ഹല്ലേലൂയ. സൂചിച്ച് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പണമായി സമർപ്പിക്കുന്ന ദൈവമേ, ഒരു രാത്രികാലം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് തൃപാദത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തുദാസനെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ദൈവിക സഭയോടുള്ള കുഞ്ഞുങ്ങളോടുള്ള ദൈവിക ആലോചനകൾ ദൈവം വെളിപ്പെടുത്തിയില്ല കർത്താവേ. നാളുകൾ അവർ പ്രാപിച്ച് മുമ്പോട്ട് പോകുക എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ഒരു പുതിയ തലത്തിലേക്ക് ദൈവസഭയെ നടത്തുമാറാകണം. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികളിലൂടെ ദീവന ഘടക ദൈവസഭ ഉണർത്തപ്പെടുവാൻ തക്കവണ്ണം, വ്യക്തികൾ ഉണർത്തപ്പെടുവാൻ തക്കവണ്ണം വിടുതലിനെ കരനീട്ടി ജനത്തെ സ്വന്തം ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. റഖമന വൈഡിരികമന ഹസ്തുരിയാദരാധന ശംദൽ കമന ഘടകസ്യാദര അധുനി വൈഡക രക്ഷാധിക രഗനകൾ ഘടക സംഭവേ രിഗന ഘടകസ്യാദവ. അത്ഭുതങ്ങളുടെ പ്രവർത്തിക്കായി നിന്റെ ജനത്തെ ഒരുക്കണമേ, ദാസന്മാരെ ഒരുക്കണമേ. റീകാന വൈഡമന ഘടകസ്യ കർത്താവേ, അതിനെ
കഴിഞ്ഞ 7 ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ചു. ത്രിമാന ഘടകസ്യ ഇന്ന് 18-ാം ദിവസവും ദൈവത്തിന്റെ ശബ്ദം നിന്റെ ജനത്തെ കേൾപ്പിച്ചല്ലോ. ആമേൻ. ആത്മാവിന്റെ വലിയ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടുത്തി എല്ലാവരെയും സ്വർഗം ആദരിക്കണം. ആമൻ. ഏതെല്ലാം തലത്തിൽ അവർ ഭാരപ്പെടുന്ന വിഷയത്തിനെല്ലാം ദൈവിക വിടുതലും ആശ്വാസവും പ്രാപിച്ച് അത്ഭുതമായ ഒരു ആമേൻ സാക്ഷ്യം വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ കർത്താവേ. ചില രേഖകളെ ദൈവം തിരുത്തിയതിനായി നന്ദി പറയുന്ന കർത്താവേ. കുടുംബങ്ങൾ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ദൈവം കൃപനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ ദൈവം കൃപനോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അർക്കമാന ഘടക ശബ്ദ ഘടക പുതിയ കൃപയോടെ പുത്തൻ അഭിഷേകത്തോടെ നിന്റെ ജനത്തെ എഴുന്നേൽപ്പിച്ചു കൊള്ളുമാറാകണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ദിവസങ്ങളായി ദാസിന് കുടുംബം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ തൃപ്പാദപുരത്തിലായിരിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ ഉപവാസത്തോടെ ആയിരിക്കുന്നല്ലോ ദൈവമേ. ഹല്ലേലൂയ. അവരുടെ വിഷയത്തുമൊക്കെ ദൈവ പ്രവൃത്തി കാണുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിയന്ത്രിക്കപ്പെടുവാൻ കഴിയാത്ത ഒരാത്മതലത്തിലേക്ക് അങ്ങ് ദാസന്മാരെ നടത്തണമേ. നിന്റെ ജനത്തെ നടത്തണമേ. അറമന ഘടകസ്യാറ വൈടവല ഭക്ഷ്യസ്യാറവ. ആമേൻ. ഇവിടെ ദൈവമുണ്ടെന്ന് പറയുവാൻ തക്കവണ ദൈവ മഹത്വം ദൈവസഭയിൽ വെളിപ്പെടേണ്ടമേൽ വെളിപ്പെടേണ്ട കർത്താവേ. വ്യക്തികളുടെ മേൽ അത് വെളിപ്പെടേണ്ട കർത്താവേ. അപ്പന്റെ കരങ്ങളിലേക്ക് എതിരായി സമർപ്പിക്കുന്നു. ദൈവ ശബ്ദം കേട്ട ചിലതിനെ കർത്താവിന് വേണ്ടി ഇറക്കണമേ നാഥ. ദിവസങ്ങൾ ദൈവ വേലയ്ക്ക് വേണ്ടി ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടകമാന ഘടകസ്യാറവ. അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ ദൈവ പ്രവൃത്തി ഇനിയുള്ള ദിവസങ്ങളിൽ കാണുവാൻ കർത്താവേ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാം നിയന്ത്രിച്ചു നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ കുടുംബമായിരിക്കും ഏൽപ്പിക്കുന്ന കൃപയിൽ പോകണം. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അവരുടെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവനാമത്തെ മഹത്വമായി പിന്നെ ഇവരെ നിലനിർത്തണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട കർത്താവിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശു കർത്താവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടുകൂടെ സഭയാ കുടുംബത്തോടുകൂടെ കുഞ്ഞുമക്കളോടുകൂടെ ഇന്നു മുതൽ എല്ലാ നാളും യേശുവിന്റെ രണ്ടാമത്തെ വരവോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു യേശു മുഖാന്തരം ജയം നൽകുന്ന പിതാമധ്യം അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ അവിടുന്ന് വേഗം പെരുമാറാകണമേ. ഞങ്ങളെയും ചേർത്ത് കൊള്ളണമേ. മേ ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബി വിത്ത് യു. ശാലോം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നു വന്ന ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. സ്തോത്രം.